we discuss about the topic data warehousing and data mining. MCS 221 second semester MCS 221 ഒരു സബ്ജക്റ്റ് ആണ് ഡേറ്റ വെയർഹൗസിംഗ് ആൻഡ് ഡേറ്റ മൈനിങ്. കേൾക്കാലോ അല്ലേ? എന്താണ് ഡേറ്റ? നമ്മളിപ്പോ ഡേറ്റ വെയർഹൗസിംഗും ഡേറ്റ മൈനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഡേറ്റ എന്താണെന്ന് ആദ്യമേ ഒന്ന് പറയണ്ടേ. എന്താണ് ഡേറ്റ? അതായത് ഡേറ്റ മീൻസ് കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ നമുക്ക് പറയാം. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചു പോരുന്നതാണ്. ഡേറ്റ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻസ് ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു വിവരങ്ങൾ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുമ്പോൾ അത് ഡേറ്റ ആയിട്ട് പോവും. അത് പ്രോസസ്സ് ചെയ്തതിനു ശേഷം ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നതാണ് ഇൻഫോർമേഷൻ. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ടേ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഡേറ്റ എല്ലാം കൂടെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? അപ്പൊ നമുക്കെന്നറിയാം, നമ്മൾ ഇന്ന് സൈറ്റുകളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നെല്ലാം ഡിജിറ്റലൈസ് ആണ് ചെയ്യുന്നത്. നമ്മുടെ ഡീറ്റെയിൽസുകളെല്ലാം ഡിജിറ്റലായിട്ടാണ് സേവ് ചെയ്ത് പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഇല്ലേ? അപ്പൊ അത് എങ്ങനെയാണ് ഈ ഡേറ്റ എല്ലാം കൂടി ഒരിടത്താണോ സ്റ്റോർ ചെയ്യുന്നത്, അതോ പല പല ഭാഗത്താണോ? അങ്ങനെയുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ആദ്യമേ ഡിസ്കസ് ചെയ്യാം. അതായത് അതാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഡേറ്റ വെയർഹൗസിനെ കുറിച്ച് പറയുന്നത്. അതായത് വെയർഹൗസ് എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഒരു ഗോഡൌൺ പോലെ എന്ന് പറയാം. നമ്മളിപ്പോ സാധനങ്ങളൊക്കെ, അതായത് ഒരു കമ്പനി ആയാലും സാധനങ്ങളൊക്കെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത് ഗോഡൌണിലായിരിക്കുമല്ലോ. അപ്പൊ ഒരു ഗോഡൌൺ എന്നുള്ള കൺസെപ്റ്റ് ആണ് നമുക്ക് ഈ ഒരു പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഞാൻ പറയുന്നത് ഈ ഒരു വെയർഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ ഡേറ്റ വെയർഹൗസ് എന്ന് പറഞ്ഞാൽ ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. Data warehouse is a type of data management system that is designed to enable and support business intelligence activities, especially analysis. അതായത് ബിസിനസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, എനേബിൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യുക. അനലിസ്റ്റുകളുണ്ട്, അനലിസ്റ്റുകൾ അനലൈസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഡേറ്റ വെയർഹൗസ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ ബിസിനസ്സുകളിലാണ് ഈ ഡേറ്റയെ മാനേജ് ചെയ്ത് വെക്കാനുള്ള സിസ്റ്റംസ്. ഈ നമുക്കിപ്പോ അറിയാം, നമ്മളൊരു ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുവാണെങ്കിലോ ഓൺലൈൻ അനലൈസിസ് നടത്തുവാണെങ്കിലോ ഈ ഡേറ്റയല്ല, നമ്മളുടെ ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു പ്ലേസ് ആണ് ഡേറ്റ വെയർഹൗസ്, അത് ഗോഡൌൺ പോലെ. ഇപ്പൊ ഒരു കമ്പനിയിലെ എല്ലാ ഡേറ്റയും ഒരു സ്ഥലത്താണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഒരു കമ്പനിയിലെ എല്ലാ ഡേറ്റയും ഒരു സ്ഥലത്തായിരിക്കത്തില്ല സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതായത് ബിസിനസ് അനലൈസിസിനുള്ള ഡേറ്റ ഒരു സെൻട്രൽ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതായത് ബിസിനസ്സിനായിട്ടുള്ള, അതായത് അതിനെ ഒന്ന് അനലൈസ് ചെയ്യാനുള്ള ഡേറ്റയെ സെൻട്രൽ ആയിട്ടൊരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഡേറ്റ വെയർഹൗസിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. പക്ഷെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉള്ള കൺസെപ്റ്റ് ഒക്കെ വരുമ്പം കുറെ ഡേറ്റ ക്ലൗഡിൽ സ്റ്റോർ ചെയ്യും, കുറെ റിലേഷണൽ ഡേറ്റാബേസുകളിൽ സ്റ്റോർ ചെയ്യും. അത് അപ്കമിങ് ക്ലാസ്സുകളിലൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും, വരുന്നുണ്ട്. അടുത്തടുത്ത ക്ലാസ്സുകളിലെല്ലാം അത് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ഡേറ്റാബേസ് ഓഫൻ കണ്ടെയ്ൻസ് ഇൻഫോർമേഷൻ or data collection that is generally stored electronically in a computer system. It is easy to access, manage, modify, update, monitor and organize the data. Data is stored in the tables of database. ആ ഡേറ്റ എങ്ങനെയാണ്, നമുക്ക് ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യണം, മാനേജ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം, അല്ലെ എഡിറ്റ് ചെയ്യണം, അതിനെ ഓർഗനൈസ് ചെയ്യണം. അപ്പൊ ഇതെല്ലാം ഡേറ്റകളെല്ലാം അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടേബിൾ കൺസെപ്റ്റ് ആയിരിക്കും. ടേബിൾ മീൻസ് റോയും കോളവും ആയിട്ടായിരിക്കും ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. SQL ഒക്കെ പഠിച്ചപ്പോൾ നമുക്കറിയാം. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടല്ലോ, സ്റ്റഡി മെറ്റീരിയലൂടെ ഫോളോ ചെയ്യണം. നമ്മൾ ഇന്ന് യൂണിറ്റ് 1 ഫണ്ടമെന്റൽസ് ഓഫ് ഡേറ്റ വെയർഹൗസിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്റ്റഡി മെറ്റീരിയലൂടെ നിങ്ങളെടുത്ത് കൈവെക്കുക, പോയിന്റ്സ് ഒക്കെ പറയുമ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ബിസിനസ് അനലിസ്റ്റ്, അതായത് ഡേറ്റ എഞ്ചിനീയേഴ്സും അല്ലെ ബിസിനസ് അനലിസ്റ്റുകളും ഒക്കെയാണ് ഇപ്പൊ കൊറി ചെയ്തായിരിക്കും അനലൈസ് ചെയ്താണ് ഡേറ്റ വെയർഹൗസിൽ നിന്നും ചാർട്ടർ റിപ്പോർട്ടർ രീതിയിലൊക്കെ ഡേറ്റ എടുക്കുക. നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് എക്സൽ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എക്സൽ ഒക്കെ പഠിക്കുമ്പോഴാണെങ്കിൽ നമുക്കറിയാം, എക്സലിലൊക്കെ നമ്മളിപ്പോ ഒരു കുറെ ഡേറ്റയും കൊടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ഡേറ്റ മാത്രം, ഒരു സ്റ്റുഡൻസിന്റെ കുറെ ലിസ്റ്റ് കൊടുത്തിട്ട് അതിൽ നിന്ന് അവരുടെ ഇപ്പൊ 80 എബോവ് ഉള്ള സ്റ്റുഡൻസിന്റെ ഒരു ലിസ്റ്റ് ചാർട്ട് രൂപത്തിൽ കാണണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമല്ലേ എന്ന് പറയുന്നത് പോലെ ഉള്ളൂ. ഇത് കുറച്ചും കൂടെ ബിഗ് ഡേറ്റ ആയിരിക്കും. അതിൽ നിന്നും അനലൈസ് ചെയ്ത് കൊറി മീൻസ് ക്വസ്റ്റ്യൻസ് അല്ലെ, നമ്മൾ സെർച്ച് ചെയ്ത് കൊറി കൊടുത്ത് എടുക്കുന്ന ഒരു പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ ഈ ഒരു ഡേറ്റ വെയർഹൗസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ളതാണ് പറയുന്നത്. എക്സലോ SQLോ ഒക്കെ യൂസ് ചെയ്തായിരിക്കും അതൊക്കെ ചെയ്യുന്നത്. SQL ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പം ഇവിടെ
അടുത്ത ചാപ്റ്റർ പറയുന്നത് എവല്യൂഷൻ ഓഫ് ഡേറ്റ വെയർഹൗസ്. ഇത് ആര് ഡെവലപ്പ് ചെയ്തു, എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നൊക്കെയുള്ള ഒരു ഇതാ പറയുന്നത്. അതിനകത്ത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും ഫാദർ ഓഫ് ഡേറ്റ വെയർഹൗസിംഗ് ആരാന്ന് പറയുന്നത് ബിൽ ഇൻമൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ഒരു അമേരിക്കൻ കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഡേറ്റ വെയർഹൗസിംഗിന്റെ ഫാദർ ബിൽ ഇൻമൺ. പിന്നെ വേറൊരു ഫാദർ കൂടെ ഉണ്ട് ഡേറ്റ വെയർഹൗസിംഗ്. അതർ ഫാദർ ഓഫ് ഡേറ്റ വെയർഹൗസിംഗ് ഇസ് റാൻ കിംബാൾ. അങ്ങനെ രണ്ട് സയന്റിസ്റ്റുകളുടെ പേര് അവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ രണ്ട് സയന്റിസ്റ്റുകളോട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ അത്രേ പറയുന്നുള്ളൂ. പിന്നെയുള്ളത് ഡേറ്റ വെയർഹൗസിംഗ് ആൻഡ് ഇറ്റ്സ് നീഡ്. അതിനകത്ത് പറയുന്നത് നീഡ് ഫോർ ഡേറ്റ വെയർഹൗസിംഗ്. അതായത് ഡേറ്റ വെയർഹൗസിന് നീഡ്, എന്തിനാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പോയിന്റ്സ് അവിടെ പറയുന്നുണ്ട്. ഇപ്പൊ ഡേറ്റ എന്ന് പറയുന്ന ഡേറ്റ വെയർഹൗസ് എന്ന് പറയുന്നത് ഈസ് യൂസ്ഡ് ടു കളക്ട് ആൻഡ് മാനേജ് ഡേറ്റ ഫ്രം വേരിയസ് സോഴ്സസ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് മീനിങ്ഫുൾ ബിസിനസ് ഇൻസൈറ്റ്. നമുക്കൊരു നല്ലൊരു ബിസിനസ്സിന് ഉൾക്കാഴ്ച കൊടുത്തുകൊണ്ട് എങ്ങനെയാ അതിനെ ബിസിനസ് മാനേജ് ചെയ്ത് ഡേറ്റ ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ഡേറ്റ വെയർഹൗസിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അപ്പൊ അവിടെ അതിന്റെ നീഡ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ പറയുന്നത് എൻഹാൻസിങ് ദി ടേൺ അറൗണ്ട് ടൈം ഫോർ അനലൈസിസ് ആൻഡ് റിപ്പോർട്ടിംഗ്. അതായത് ടേൺ അറൗണ്ട് ടൈം വർദ്ധിപ്പിക്കുക. അതായത് അനലൈസിസിനും റിപ്പോർട്ടിങ്ങിനുമുള്ള, അതായത് ഒരു ഡേറ്റയെ കണ്ട് അതിനെ അനലൈസ് ചെയ്യുന്നതിനും അതിന് പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിനും റിപ്പോർട്ട് എടുക്കണമല്ലോ, അതിനുമുള്ള ടേൺ അറൗണ്ട് ടൈം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നീഡ് പറയുന്നത്. അതായത് ക്വിക്ക് ഡിസിഷൻസ് എടുക്കണമെങ്കിൽ ബിസിനസിനെ പ്രാപ്തരാക്കാന് നമുക്ക് പറ്റും. അതായത് ഒരു ബിസിനസ് നമ്മൾ ഓർഗനൈസ് ചെയ്ത് പോകുമ്പോൾ അതിനകത്ത് പെട്ടെന്ന് ഡിസിഷൻ എടുക്കണം. അപ്പൊ ഡിഫറെന്റ് സോഴ്സുകൾ ഡേറ്റ ആയിരിക്കുമല്ലോ റിട്രീവ് ചെയ്ത് വരുന്നത്. അപ്പൊ ഒട്ടും ടൈം പാഴാക്കാതെ അങ്ങനെ ചെയ്യാൻ പറ്റണം. അതായത് അതിന്റെ ഒരു ടേൺ അറൗണ്ട് ടൈം വർദ്ധിപ്പിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡേറ്റ വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതിനെ നോക്കിയെടുത്ത് അനലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടേൺ അറൗണ്ട് ടൈം വർദ്ധിപ്പിക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ് നീഡ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഇംപ്രൂവ്ഡ് ബിസിനസ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാല് ഡേറ്റ വെയർഹൗസ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ദി വിഷൻ ഫോർ ദി മാനേജേഴ്സ് ആൻഡ് ബിസിനസ് എക്സിക്യൂട്ടീവ്സ്. അതായത് മാനേജേഴ്സിന്റെയും ബിസിനസ് എക്സിക്യൂട്ടീവിന്റെയും ഒക്കെ ഒരു കാഴ്ചപ്പാട് മാറ്റാൻ പറ്റുക. അതായത് ഇംപ്രൂവ്ഡ് ബിസിനസ് ഇന്റലിജൻസ്, അതായത് ബിസിനസ് എങ്ങനെ കൊണ്ടുപോകുന്നതിനുള്ളത് ഇംപ്രൂവ് ചെയ്യുക. അതായത് നമുക്ക് ഒരു സാധാരണ ഒരു യൂസർ കയറിയാലും ആ ഒരു സൈറ്റിൽ കയറി നമ്മളിപ്പോ ഒരു ഫ്ലിപ്കാർട്ടിന്റെ സൈറ്റിൽ ആമസോണിന്റെ സൈറ്റിൽ കയറി ഇപ്പൊ ആർക്കാണെങ്കിലും ഒട്ടും ഒരു കമ്പ്യൂട്ടർ നോളജ് ഇല്ലാത്ത ഒരാൾക്കാണെങ്കിലും പോയി നമുക്ക് അത് ജസ്റ്റ് സെർച്ച് ചെയ്ത് അതിൽ നിന്നും അത് യൂസർ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും അവരവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് അങ്ങനെ ചെയ്ത് വെച്ചാലേ നമുക്ക് ഇംപ്രൂവ്ഡ് ബിസിനസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പറയുന്നത് ബെനിഫിറ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ. അത് ഡേറ്റ വെയർഹൗസിന് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ആവശ്യമാണ്. എന്താണ് ബെനിഫിറ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ എന്ന് പറഞ്ഞാല് ഹിസ്റ്റോറിക്കൽ ഡേറ്റ നമുക്കറിയാം. അതായത് കഴിഞ്ഞ നമുക്ക് പഴയ ഡേറ്റകൾ, അപ്പൊ നമ്മളിപ്പം കഴിഞ്ഞ വർഷത്തെ കുറെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ആ ഡേറ്റയെ നമുക്കിപ്പോ ഇവിടെ പറയുന്ന ട്രാൻസാക്ഷൻ ഡേറ്റ സ്റ്റോർസ് ഡേറ്റ ഓൺ എ ഡേ ടു ഡേ ബേസിസ് ഓർ ഫോർ വെരി ഷോർട്ട് പീരീഡ് ഓഫ് ഡ്യൂറേഷൻ വിത്തൗട്ട് ദി ഇൻക്ലൂഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഡേറ്റ കളക്ട് ചെയ്ത് ഒരു കമ്പനിയുടെ കളക്ട് ചെയ്യണം എന്ന് ഓർക്കുക. അപ്പൊ നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഇവിടെ ഉണ്ടല്ലേ പറ്റത്തുള്ളൂ. അതായത് ഇപ്പൊ നമ്മൾ പഴയ ഓഫീസുകളൊക്കെ ആണെങ്കിൽ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ചെന്നാൽ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ അവരുടെ ഫയലുകൾ തപ്പുക അല്ലെ, നമുക്കൊരു പഴയ ഡേറ്റ എടുക്കണം. ഇപ്പോഴാണെങ്കിൽ എല്ലാം സൈറ്റ് വഴി ആയില്ലേ. അപ്പം അതായത് നമുക്ക് നമ്മുടെ പ്രീവിയസ് ആയിട്ടൊരു കാര്യം നമുക്ക് സെർച്ച് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഹിസ്റ്റോറിക്കൽ ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കണം. അവനൊക്കെ ഡേറ്റ വെയർഹൗസിങ് വേണം. അല്ലെങ്കിൽ നമുക്ക് ഈ പ്രളയം പോലുള്ള കാര്യങ്ങളോ ഇപ്പം എന്തെങ്കിലും ഡിസാസ്റ്റർ അല്ലെ ദുരന്തമൊക്കെ വരുമ്പോൾ ഡേറ്റ ഒന്നും ചോർന്നു പോകുന്നില്ല. അതെല്ലാം ക്ലൗഡ് കൺസെപ്റ്റിലോട്ട് പോയേക്കുക അല്ലെ. അപ്പം നമുക്ക് ഈ ഡേറ്റ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലേ. അപ്പൊ ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്കാണെങ്കിൽ പ്രളയം വന്ന് നമുക്ക് വയനാട് ദുരന്തമൊക്കെ വന്നെങ്കിലും കാൻഡിഡേറ്റ്സിനൊന്നും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോയെന്നുണ്ടെങ്കിലും നമുക്ക് സൈറ്റിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അല്ലെ. പണ്ടത്തോടെ നമുക്ക് കിട്ടുമോ? ഇല്ല. അപ്പൊ നമുക്ക് ഉള്ളൊരു അതായത് ഹിസ്റ്റോറിക്കൽ ഡേറ്റ സേവ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഈ ഡേറ്റ വെയർഹൗസിന് ഒരു വലിയൊരു നേട്ടമാണ്. പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഡേറ്റയെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ദി ഡേറ്റ ഫ്രം ഹെട്രോജീനസ് സോഴ്സസ് ആർ അവൈലബിൾ ഇൻ എ സിംഗിൾ ഫോർമാറ്റ് ഇൻ എ ഡേറ്റ വെയർഹൗസ്. അതായത് ഹെട്രോജീനസ് ഡേറ്റ എന്ന് പറയുമ്പോൾ ഹെട്രോ മീൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് തരത്തിലുള്ള ഡേറ്റ ആയിരിക്കാം ഒരു ഡേറ്റ വെയർഹൗസിലോട്ട് വരുന്നത്. അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് റീഡബിലിറ്റി ആക്കി ആക്സസിബിലിറ്റി ആക്കി
കൊണ്ടുവരിക എന്നുള്ളത്. അതായത് ഇപ്പം ഞാൻ ഒരു ഫോമേ നമുക്ക് വേണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു ജെൻഡർ ഈസ് ഡിനോട്ടഡ് ആസ് മെയിൽ ഓർ ഫീമെയിൽ in source 1 and M or F in source 2, but in a data warehouse gender is stored in a format which is common across all the business, that is M or F. അതായത് നമ്മളൊരു ഫോർമാറ്റ് ഒക്കെ അല്ലെങ്കിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം ചെയ്യുമ്പോൾ നമുക്ക് ചിലയിടത്ത് ചിലപ്പം ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് പോകുന്ന MALE മെയിൽ അല്ലെ ഫീമെയിൽ അങ്ങനെ തന്നെ വേർഡ് ആയിട്ട് തന്നെ പോകാം. അതേസമയം ചിലയിടത്ത് നിന്നാണെങ്കിൽ അത് M or F എന്ന് പോകാം. പക്ഷേ ഡേറ്റ വെയർഹൗസിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു കറക്റ്റ് ഒരു പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് M or F അങ്ങനെ ഒരു ഫോർമാറ്റ് ചെയ്യുക, ഡേറ്റ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്ന് പറയും. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡേറ്റയും. പിന്നെ ഇമ്മൻസ് ROI, അതായത് ROI മീൻസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനം. അതെങ്ങനെ എടുക്കാം? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് refers to the additional revenue or reduces expenses as a business will be able to realize from any project. അതായത് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ നിന്ന് ഒരു ബിസിനസ്സിന് നേടാവുന്ന അധിക വരുമാനത്തെയോ അല്ലെ അല്ലെങ്കിൽ ചിലവുകൾ കുറയ്ക്കുന്നതിനെ നമുക്ക് ROI എന്ന് പറയാം. അതൊരു ഡേറ്റ വെയർഹൗസിൽ നീഡാണ്. അങ്ങനെ കുറെ പോയിന്റ്സാ പറയുന്നത്. അപ്പൊ ഡേറ്റ വെയർഹൗസിൽ നീഡ് എന്താണ് അല്ലെ, ആവശ്യം എന്തുകൊണ്ടാണ് ഈ ഡേറ്റ വെയർഹൗസ് ഡെവലപ്പ് ചെയ്യുന്നത്? ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡേറ്റയെ കൊണ്ടുവരിക. അത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരു ക്വിക്ക് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ടേൺ അറൗണ്ട് ടൈം ഇതിനകത്ത് കാണും. അതുപോലെ ഇതിൽ നിന്നും ഒരു വരുമാനം കൊണ്ടുവരാൻ പറ്റും. അല്ലെ ഡേറ്റ സ്റ്റാൻഡർഡൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏത് ഡേറ്റ വേണമെങ്കിലും റിട്രീവ് എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് ആണ് നീഡ് ഫോർ ഡേറ്റ വെയർഹൗസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ഡേറ്റ വെയർഹൗസ്. എന്താണ് അതിന്റെ ബെനിഫിറ്റ്സുകൾ, നേട്ടങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഫസ്റ്റ് വൺ പറയുന്നത് സ്കെയിലബിലിറ്റി, അതായത് അത് എത്രമാത്രം സ്കെയിലബിൾ ആയിരിക്കും. ബിസിനസ് ടുഡേ കനോട്ട് സർവൈവ് ഫോർ ലോങ് ഇഫ് ദേ കനോട്ട് ഈസിലി എക്സ്പാൻഡ് ഓർ സ്കെയിൽ ടു മാച്ച് ദി ഇൻക്രീസ് ഇൻ ദി വോളിയം ഓഫ് ഡെയിലി ട്രാൻസാക്ഷൻസ്. അതായത് ഇപ്പം നമുക്ക് ഡെയിലി ഇടപാടുകളുടെ വോളിയം ഇൻക്രീസിന് അനുസൃതമായി ബിസിനസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്നത്തെ ബിസിനസ് അധികകാലം നിൽക്കത്തില്ല. നമുക്കത് അറിയാം അല്ലെ, പലരും ബിസിനസ് തുടങ്ങിയിട്ടിട്ട് അല്ലെ പോകുന്നേരം അത് വരും. അതായത് നമുക്ക് അതിന്റെ സ്കെയിലബിലിറ്റി കൂട്ടണം, അതാ പറയുന്നത്. പിന്നെ സെക്കൻഡ് വൺ പറയുന്നത് ആക്സസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇൻസൈറ്റ്സ്. അതായത് നമുക്ക് ഹിസ്റ്റോറിക്കൽ ഇൻസൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനെ ആക്സസ് ചെയ്യുക. അതായത് നേരത്തെ ഉള്ള കാര്യങ്ങളെ നമ്മൾ ഉൾക്കാഴ്ചയിലേക്ക്, അതായത് എടുക്കുക. ഹിസ്റ്റോറിക്കൽ ചരിത്രപരമായ ഒരു ഉൾക്കാഴ്ചയിലേക്ക് നമ്മൾ ആക്സസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദോ റിയൽ ടൈം ഡേറ്റ ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എപ്പോഴാണെങ്കിലും നമുക്ക് റിയൽ ടൈം, നമ്മളിപ്പോൾ ഇന്നത്തെ ഡേറ്റ നമുക്ക് ഏറ്റവും റിയൽ ടൈം ഡേറ്റയാണ് ഇമ്പോർട്ടന്റ് ആണെങ്കിലും ഹിസ്റ്റോറിക്കൽ ഇൻസൈറ്റ്സ് കനോട്ട് ബി ഇഗ്നോർഡ് ബൈ ട്രേസിംഗ് പാറ്റേൺസ്. അതായത് നമുക്ക് ഇന്നിപ്പോ ആവശ്യം ഇന്നത്തെ ഡേറ്റയാണ്. നമുക്ക് ഒരിക്കലും പഴയകാലത്തെ ഡേറ്റയെ വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്തില്ലെങ്കിലും അതിനെ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. നമുക്ക് എപ്പോഴെങ്കിലും അതിൽ നിന്ന് ഒന്നെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും റിട്രീവ് ചെയ്യാൻ പറ്റും. അതാണ് ആക്സസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്. ഡേറ്റ വെയർഹൗസിംഗ് അലൗസ് ബിസിനസ് ടു ആക്സസ് ഫാസ്റ്റ് ഡേറ്റ വിത്ത് ജസ്റ്റ് എ ഫ്യൂ ക്ലിക്സ്. നമുക്കൊരു ജസ്റ്റ് ഒരു ക്ലിക്ക് കൊണ്ട് നമുക്ക് പഴയ ഡേറ്റയെ എടുക്കാൻ പറ്റണം. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഡേറ്റ ദാറ്റ് ആർ മന്ത്സ് ആൻഡ് ഇയേഴ്സ് ഓൾഡ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ വെയർഹൗസ്. അത് മാസങ്ങളും വർഷങ്ങളുമായ ഡേറ്റയെ നമുക്ക് ഡേറ്റ വെയർഹൗസിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി. തേർഡ് വൺ പറയുന്നത് വർക്ക്സ് ഓൺ പ്രിമിസസ് ആൻഡ് ഓൺ ക്ലൗഡ്. ഡേറ്റ വെയർഹൗസ് ക്യാൻ ബി ബിൽഡ് ഓൺ പ്രിമിസസ് ഓർ ഓൺ ക്ലൗഡ് പ്ലാറ്റ്ഫോംസ്. അതായത് നമുക്ക് ഡേറ്റ വെയർഹൗസിൽ ഒന്നെങ്കിൽ നമുക്ക് അടുത്തടുത്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പൊ ഒരു പണ്ടൊക്കെയാണ് ഒരു സെർവർ കൺസെപ്റ്റിലൊക്കെ ഡേറ്റകളെല്ലാം ബിസിനസിനെ സംബന്ധിച്ച് ഡേറ്റയെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ക്ലൗഡ് പ്ലാറ്റ്ഫോമിലോട്ട് മാറുന്നുണ്ട്. അതായത് ക്ലൗഡ് എന്താ നിങ്ങൾക്ക് അറിയാം അല്ലെ? നമുക്കിപ്പോ എന്താ ക്ലൗഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഗൂഗിൾ ഡ്രൈവ്, എല്ലാവരും ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യുന്നവരാണ്. അല്ലെ ഡ്രോപ്പ് ബോക്സ്, ജിമെയിൽ, എന്നൊക്കെ നമുക്ക് ഏത് മെഷീനിൽ വേണേലും ഏത് സമയത്ത് വേണമെങ്കിലും ആക്സസ് ചെയ്യത്തില്ലേ? അപ്പൊ ആ ഒരു രീതി നമ്മൾ ആ ക്ലൗഡ് പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്, അല്ലെ ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ ഇത് വർക്ക് ചെയ്യുക എന്നുള്ളത് അതിന്റെ ഒരു മെയിൻ ബെനിഫിറ്റ്സ് ആണ്. എന്റർപ്രൈസസ് ക്യാൻ ചൂസ് ഐദർ ഓപ്ഷൻ ഡിപ്പെൻഡിങ് ഓൺ ദർ എക്സിസ്റ്റിംഗ് ബിസിനസ് സിസ്റ്റം ഓർ ലോങ് ടേം പ്ലാൻ. സം ബിസിനസ് റിലേ ഓൺ ബോത്ത്. പിന്നെ നെക്സ്റ്റ് വൺ പറയുന്നത് ബെറ്റർ എഫിഷ്യൻസി. മികച്ച ഒരു എഫിഷ്യൻസി ഉണ്ട് എന്ന് പറയാം, മികച്ചതായിട്ട് ഒരു കാര്യക്ഷമത എന്ന് പറയാം അല്ലെ. Data warehousing increases the efficiency of the business by collecting data from multiple sources and processing it to provide reliable and actionable insight. അതായത് നമുക്ക് ഡേറ്റ വരുന്നതിന് എഫിഷ്യന്റ് ആയിട്ട് കളക്ട് ചെയ്യുന്നതിന് ഡേറ്റ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ബിസിനസ് ബൈ കളക്ടിങ് ഡേറ്റ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ്, പല സോഴ്സിൽ നിന്ന് വരുന്ന ഡേറ്റയെ എഫിഷ്യന്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുകയും അതുപോലെ
പ്രോസസിങ് ഇറ്റ് ടു പ്രൊവൈഡ് റീഡബിൾ ആൻഡ് ആക്ഷണബിൾ ഇൻസൈറ്റ്സ്. അതായത് പ്രവർത്തനകരമായ ഇൻസൈറ്റുകൾ നമുക്ക് കൂടുതൽ പ്രൊവൈഡ് ചെയ്ത് വെക്കാനും പറ്റും. അതായത് ബെറ്റർ എഫിഷ്യൻസി ഉണ്ടെന്നാണ് ഡാറ്റ വെയർഹൗസിനെ കുറിച്ച് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് ഇംപ്രൂവ് ഡാറ്റ സെക്യൂരിറ്റി. സെക്യൂരിറ്റി ഈസ് ദി മെയിൻ ആസ്പെക്ട് ആണ് ഡാറ്റ വെയർഹൗസിൽ. അതെ, നമുക്കറിയാം നമ്മളുടെ ഡാറ്റ, നമ്മൾ ഇന്നിപ്പോ ഫേസ്ബുക്ക്, വാട്സപ്പ്, അങ്ങനെ ഇൻസ്റ്റ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അതിനകത്തെല്ലാം നമ്മളുടെ ഡേറ്റകളുണ്ട്. അത് ഒരിക്കലും ചോർന്നു പോകാതെ, ഇപ്പൊ നമ്മളൊരു കാര്യം പോസ്റ്റ് ചെയ്താൽ എല്ലാവരും കാണുന്നല്ല, നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആർക്കും അത് കാണരുത്. അല്ലെ അങ്ങനെ നമ്മുടെ ഡാറ്റ എല്ലാം സെക്യൂർ ആയിട്ട് ഇങ്ങനെയുള്ള സൈറ്റുകളിലോ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു മെയിൻ ആയിട്ടൊരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് ഡാറ്റ സെക്യൂരിറ്റിയെ കുറിച്ച് പറയുന്നത്. ഡാറ്റ സെക്യൂരിറ്റി ഈസ് ക്രൂഷ്യൽ ഇൻ എവരി എന്റർപ്രൈസസ്. ഏതൊരു സംരംഭം എടുത്താലും അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. By collecting data in a centralized warehouse, it becomes easier to set up a multi-level security program to prevent data from being misused. Misuse ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പലതരത്തിലുള്ള മൾട്ടി ലെവൽ സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ അലോ ചെയ്യണം എന്നാണ് പറയുന്നത്. പ്രൊവൈഡ് റെസ്ട്രിക്റ്റഡ് ആക്സസ് ടു ഡാറ്റ ബേസ്ഡ് ഓൺ ദി റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി എംപ്ലോയീസ്. അതായത് എംപ്ലോയീസിന്റെ റോൾസ് റെസ്പോൺസിബിലിറ്റി നോക്കിയിട്ട് ഡാറ്റയിലേക്ക് ആക്സസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മളൊരു സൈറ്റിൽ കയറി നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ ആ സൈറ്റിൽ കയറി OTP കൊടുത്ത് മാത്രമേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആധാർ അങ്ങനെയുള്ള നമ്പർ കൊടുത്ത് മാത്രമേ ചില സൈറ്റിലോട്ട് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അതായത് ആ എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ആ ഒരു യൂസറിന്റെ റോൾസും റെസ്പോൺസിബിലിറ്റിയും എന്താന്ന് നോക്കിയിട്ട് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇൻക്രീസ് റവന്യൂ ആൻഡ് റിട്ടേൺസ്. നമുക്ക് വരുമാനവും റവന്യൂ അല്ലെ റിട്ടേൺസ്, ആദായവും ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റും ഈ ഒരു ഡാറ്റ വെയർഹൗസ് കൊണ്ട്. ഫാസ്റ്റർ ആൻഡ് ആക്യുറേറ്റ് ഡാറ്റ അനലിറ്റിക്സ്. അതായത് when the data is available in the central warehouse, it will take less time to perform data analysis and generate reports. അതായത് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവൈലബിൾ ആണ് ഡാറ്റ. അതാണ് ഫാസ്റ്റർ ആൻഡ് ആക്യുറേറ്റ്. അതായത് ഒരു സെൻട്രൽ ഡാറ്റ വെയർഹൗസിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും റിപ്പോർട്ടുകളൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കാനും പറ്റും എന്നുള്ളതാണ് അതിന്റെ ബെനിഫിറ്റ്സ് കൊണ്ട് പറയുന്നത്, ഡാറ്റ വെയർഹൗസിന്റെ ബെനിഫിറ്റ്സ് കൊണ്ട് പറയുന്നത്. അത്രയായിരുന്നു ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കിടക്കുന്നത് കേട്ടോ. അതെന്താണ് ഇപ്പൊ ഡാറ്റ വെയർഹൗസ്, അല്ലെ ഡാറ്റ എന്താണ്, ഡാറ്റയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, ഡാറ്റ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഡാറ്റ വെയർഹൗസ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് കിട്ടിയില്ലേ. നെക്സ്റ്റ് പറയുന്ന ഡാറ്റ വെയർഹൗസിംഗ് ഡിസൈൻ അപ്രോച്ചസ്. അതായത് എങ്ങനെയാണ് ഈ ഡാറ്റ വെയർഹൗസിലോട്ട് നമ്മൾ ഇത് ഡിസൈൻ ചെയ്ത് വെക്കുന്നത്, അതിന്റെ അപ്രോച്ചസ് പറയുന്നത്. 2 അപ്രോച്ചസേ ഉള്ളൂ. ഒന്ന് ടോപ്പ് ഡൗൺ അപ്രോച്ചസും ഒന്ന് ബോട്ടം അപ്പ് അപ്രോച്ച്. ടോപ്പ് ഡൗൺ, ബോട്ടം അപ്പ്. നമ്മളാണെങ്കിൽ ചെറിയ ക്ലാസ്സിലും ഈ ടോപ്പ് ഡൗണും ബോട്ടം അപ്പും പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അതായത് ടോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ എന്താ, ടോപ്പ് ഡൗൺ അപ്രോച്ച് അത് ബിൽ ഇമൺ ഡിസൈൻ മെത്തഡോളജി ആണ് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് അതിന്റെ ഒരു ഡെഫിനിഷൻ പറയുവാണെങ്കിൽ, ഡെഫിനിഷനായിട്ട് ആ നോട്ടിൽ പറഞ്ഞിട്ടില്ല, ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയുവാണെങ്കിൽ, ഇറ്റ് സ്റ്റോർസ് ദി ഡേറ്റ ഫസ്റ്റ് ഇൻ എ ഡേറ്റ വെയർഹൗസ് ഫോളോഡ് ബൈ ഡേറ്റ മാർട്ട്. അതായത് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്, ഡേറ്റ എല്ലാം ആദ്യമേ ഡേറ്റ വെയർഹൗസിൽ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മളിപ്പോ പറയാം ഡേറ്റ വെയർഹൗസ് പറയാൻ ഡേറ്റ സ്റ്റോറേജ് ഏരിയ, അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അവിടുന്ന് ഡേറ്റ മാർട്ടിലോട്ട് കൊണ്ടുപോകുന്നു. അതായത് ഡേറ്റ മാർട്ട് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാനുണ്ട്. ഡേറ്റ മാർട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് നോളജ് വെയർഹൗസ്. നോട്ട് ചെയ്ത് വേണ്ടവർ എഴുതിയെടുത്തോണം. ഡേറ്റ മാർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് നോളജ് വെയർഹൗസ്. അതായത് വെയർഹൗസ്, അതായത് നമ്മുടെ ഈ ഡേറ്റ എല്ലാം കൂടി ഇരിക്കുന്നത്, അതായത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ എന്ന് പറഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് വേണ്ടി ഒരു പർട്ടിക്കുലർ ഡേറ്റ എടുക്കുക. അപ്പൊ നമ്മൾ ആ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും, ആദ്യമേ അവിടെ വെയർഹൗസിലോട്ട് ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുക, വരുന്ന ഡേറ്റകളെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുക. എന്നിട്ട് യൂസേഴ്സിന്റെ ആവശ്യം അനുസരിച്ച് അവിടെ നിന്ന് ഡേറ്റ മാർട്ടിൽ ഡേറ്റ എടുക്കുക. അങ്ങനെയാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച് പറയുന്നത്. അല്ല ഞാനിപ്പോ അതിന്റെ മനസ്സിലാകാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ ഒരു ടോപ്പ് ഡൗൺ നമ്മളൊരു റിയൽ ടൈം എക്സാമ്പിൾ ആണെങ്കിൽ, ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോൾ എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ ഇപ്പം അല്ലെ അറിയാം. വണ്ടി ഓടിക്കുവാണെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോഴേ നമുക്കറിയാം, നമ്മൾ റെഡ് ലൈറ്റ്, ട്രാഫിക് കൂടെ റെഡ് ലൈറ്റ് കാണുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാനാണ് നമുക്കറിയാം അല്ലെ, അത് ബ്രേക്ക് ചെയ്യണം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതെ, അത് നമ്മുടെ ഒരു നോളജ് എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നോളജാ, പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് വെച്ച് ഒരു കാര്യമാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. ആ ഒരു അപ്രോച്ചിലാണ് അതായത് നമ്മളത് ആദ്യമേ അത് നമുക്കറിയാം ഇങ്ങനെ. പക്ഷെ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ എന്നിട്ട് ഇപ്പൊ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം റെഡ് ലൈറ്റ് ഓഫ് ചെയ്യണം അല്ലെ ബ്രേക്ക് ഔട്ട് ചെയ്യണം നമുക്കറിയാം. പക്ഷെ പെട്ടെന്നൊരു കാർ വരികയോ അല്ലെങ്കിൽ ഒരു
റോഡ് ക്രോസ് ചെയ്യേണ്ടി വരുമ്പോൾ അല്ലെ വേറെ എന്തെങ്കിലും ഇത് വരുമ്പോൾ നമ്മൾ വിഷ്വൽ ഇൻഫോർമേഷൻസ് നോക്കിയല്ലേ ചെയ്യുന്നത്, പ്രോസസ് ചെയ്യുന്നത്. നമ്മൾ അന്നേരം നമ്മുടെ ബുദ്ധി പ്രയോഗിക്കുക. വിഷ്വൽ ഇൻഫോർമേഷൻസ് നമുക്ക് അന്നേരം കിട്ടുന്നതനുസരിച്ച് നമ്മൾ നേരെ പ്രയോഗിച്ച് പഠിച്ചു വെച്ചാലും അങ്ങനെയല്ലേ. വിഷ്വൽ ഇൻഫോർമേഷൻസ് കണ്ടു വേണം നമ്മൾ അന്നേരം ഇത് ബ്രേക്ക് ആക്കണോ വേണ്ടയോ എന്നുള്ള ചിന്തിക്കുന്നത്. എന്ന് പറയുന്ന പോലെയാണ് ഈ ടോപ്പ് ഡൗണും ബോട്ടോപ്പും പറയുന്നത്. ബോട്ടോപ്പ് ഇപ്പൊ പറയുന്നത് വിഷ്വൽ ഇൻഫോർമേഷൻസ് കണ്ട് നോക്കി മനസ്സിലാക്കി. ടോപ്പ് ഡൗൺ എന്ന് പറയുന്നത് അങ്ങനെയല്ല, നമ്മൾ ആദ്യമേ മനസ്സിലാക്കി വെച്ചു. ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചു, റെഡ് ലൈറ്റ് കാണുമ്പോൾ ഓഫ് ചെയ്യണം. കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. പെട്ടെന്ന് റിയൽ ടൈം ആയിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ടോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ ഇറ്റ് സ്റ്റോർസ് ഡേറ്റ ഫസ്റ്റ് ഇൻ എ ഡേറ്റ വെയർഹൗസ്. ആദ്യമേ ഡേറ്റയെ വെയർഹൗസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നു, പിന്നെ ആവശ്യാനുസരണം അതിന് ഡേറ്റ മാർട്ടിൽ നിന്നും അതിനെ എടുക്കുന്നു. അപ്പൊ അങ്ങനെ എടുക്കണമെങ്കിൽ നമുക്കൊരു സ്റ്റെപ്സ് പറയുന്നുണ്ട് അവിടെ. നമുക്ക് 2 സ്റ്റെപ്സ് പറയുന്നുണ്ട്. ബിലോ ആർ ദി സ്റ്റെപ്സ് ദാറ്റ് ആർ ഇൻവോൾവ് ഇൻ ടോപ്പ് ഡൗൺ അപ്രോച്ച്. ടോപ്പ് ഡൗൺ അപ്രോച്ചില് steps നോക്കിയാൽ ഫസ്റ്റ് വൺ, ഡേറ്റ ഇസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി വേരിയസ് സോഴ്സസ് സിസ്റ്റംസ്. ദി എക്സ്ട്രാക്ട്സ് ആർ ലോഡഡ് ആൻഡ് വാലിഡേറ്റഡ് ഇൻ ദി സ്റ്റേജ് ഏരിയ. Validation is required to make sure the extracted data is accurate and correct. You can use the ETL tools to approach the extract and push the data in a warehouse. അതായത് നമ്മൾ ആദ്യമേ ഡേറ്റയെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്ട് ടൂൾ ഉണ്ട്. നമുക്കത് അടുത്ത ടോപ്പിക്കിൽ അടുത്ത യൂണിറ്റുകളിൽ പഠിക്കാനുണ്ട്. ETL ടൂളിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അവിടെ പറയുന്നുണ്ടല്ലോ ETL ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് ഡേറ്റയെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ETL മീൻസ് extract, transfer, load. ETL. E stands for extract, T stands for transfer, and L stands for load. It is a process of combining data from multiple sources into a large central repository called a data warehouse. അപ്പൊ അങ്ങനെ നമുക്കൊരു കുറെ ഡേറ്റയെ നമ്മൾ അവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. വേണ്ട ഡേറ്റ ETL ടൂൾസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് നമുക്ക് അങ്ങനെ അതൊരു ടോപ്പ് ഡൗൺ അപ്രോച്ചിലെ ഒരു മെയിൻ സ്റ്റെപ്സാ, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിലാണ് ETL ടൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങളൊക്കെ അറിയാം, മൈക്രോസോഫ്റ്റ് അഷ്യൂർ ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. അല്ലെങ്കിൽ ആമസോൺ വെബ് സർവീസിന്റെ ഗ്ലൂ, ഇതൊക്കെ ഏതാണ് ETL പ്രോസസ്സിങ്ങിലൂടെ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ സെക്കൻഡ് പോയിന്റ് പറഞ്ഞ ഡേറ്റ ഇസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഡേറ്റ വെയർഹൗസ് ഇസ് റെഗുലർ ബേസിസ് ഇൻ എ സ്റ്റേജ് ഏരിയ. അപ്പൊ അതായത് നമുക്കൊരു റെഗുലർ ബേസിസിലായിരിക്കും. അതായത് വാലിഡേഷൻ ഒക്കെ കൊടുത്ത് റിക്വയർഡ് വാലിഡേഷൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അറിയായിരിക്കും അല്ലെ. ആ ഓരോരോ സബ്ജക്റ്റ് അല്ലെ ഓരോരോ ഫീൽഡുകൾക്കും വാലിഡേഷൻ ഒക്കെ കൊടുത്ത് അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു ഏജിന്റെ ഒരു കോളം കൊടുക്കുവാണെങ്കിൽ SQL query ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് അറിയത്തില്ലേ, ഏജിന്റെ ഒരു കോളം കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഏജ് ഒരിക്കലും ഏജിന്റെ കോളം ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് വിട്ട് 1 അല്ലെ 3 ആകരുത്, നമ്മൾ 2 ഡിജിറ്റേ കൊടുക്കുന്നുള്ളൂ. അത് അങ്ങനെയല്ലേ വരുന്നുള്ളൂ. എന്ന് പറയുന്നത് പോലെ വാലിഡേഷൻ ഒക്കെ കൊടുത്ത് വേണം എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം എന്നുള്ള പോയിന്റ് ആണ് പറയുന്നത്. പിന്നെ എന്നിട്ട് ഡേറ്റയെ നമ്മൾ അഗ്രിഗേറ്റ് ചെയ്ത് സമ്മറൈസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. വൺസ് ദി അഗ്രിഗേഷൻ ആൻഡ് സമ്മറൈസേഷൻ ഇസ് കംപ്ലീറ്റഡ്. അഗ്രിഗേഷൻ മീൻസ് ഡേറ്റയെല്ലാം കമ്പൈൻ ചെയ്തെടുക്കുക. ദാറ്റ് ഈസ് സമ്മറൈസേഷൻ. വേരിയസ് ഡേറ്റ മാർട്സ് എക്സ്ട്രാക്ട് ഡേറ്റ ആൻഡ് അപ്ലൈ സം മോർ ട്രാൻസ്ഫോർമേഷൻ ടു മേക്ക് ദി ഡേറ്റ സ്ട്രക്ചർ ഇസ് ഡിഫൈൻഡ് ബൈ ദി ഡേറ്റ മാർട്ട്. അപ്പൊ ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നത് ഡേറ്റയെ നമ്മൾ ഡേറ്റ വെയർഹൗസിലോട്ട് ആദ്യമേ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് അവിടുന്ന് നമുക്ക് വേണ്ട ഡേറ്റ നമ്മൾ ഡേറ്റ മാർട്ടിൽ നിന്നും എടുക്കുന്നു. അപ്പം അത് എടുക്കണം എന്നുണ്ടെങ്കിൽ ETL ടൂളുകളാണ് യൂസ് ചെയ്യുന്നത്. ETL മീൻസ് എക്സ്ട്രാക്ട്, ട്രാൻസ്ഫോം ആൻഡ് ലോഡ്. ഈ ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ട്, ഈ ടൂൾ എന്ന് പറഞ്ഞാൽ ഈ ടൂളുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് മൈക്രോസോഫ്റ്റിന്റെ അഷ്യൂർ, ASURE അഷ്യൂർ എല്ലാവരും ചെയ്തിട്ടുള്ളതായിരിക്കും. അല്ലെങ്കിൽ AWS ഗ്ലൂ ഒക്കെ, സ്നോഫ്ലേക്ക്, ഇതൊക്കെ പറയുന്നതൊക്കെ ഏതാണ് ETL ടൂൾസിന് എക്സാമ്പിൾസ് ആണ്. ഈ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാല് പറയുന്നത് ബോട്ടം അപ്പ് അപ്രോച്ചസ് സ്റ്റോർസ് ഡേറ്റ ഫസ്റ്റ് ഇൻ ദ ഡേറ്റ മാർട്ട് ഫോളോഡ് ബൈ ദ ഡേറ്റാബേസ്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് അല്ലേ, ടോപ്പ് ഡൗണിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബോട്ടം അപ്പ്. ആദ്യമേ ഡേറ്റ മാർട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, എന്നിട്ട് ഡേറ്റ വെയർഹൗസിലോട്ട് പോകും അല്ലെ. എന്നിട്ട് ഡേറ്റ വെയർഹൗസിലോട്ട് പോകും. അപ്പൊ നമ്മൾ ഒരു ഡ്രൈവിംഗ് ഡിസിഷൻ എടുക്കുന്ന പോലെയുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല, ആ ഒരു കാര്യം കൂടി ഓർത്താൽ മതി. ആദ്യമേ അതിനെ നമ്മൾ ഡേറ്റ മാർട്ടിലോട്ട് വെക്കുന്നു, എന്നിട്ട് ഡേറ്റ വെയർഹൗസിലോട്ട് പോകും. അതായത് ടോപ്പ് ഡൗൺ പ്ലാനിങ്ങിലാണെങ്കിൽ നമുക്ക് ജനറൽ ഗോൾസ്, നമുക്കൊരു ജനറൽ ആയിട്ട് ലക്ഷ്യം കാണും. അതിൽ ആരംഭിച്ചിട്ട് നമുക്ക് കമ്പനി അതിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് ചെയ്യേണ്ടത്. ടോപ്പ് ഡൗൺ പ്ലാനിങ്ങിലാണെങ്കിൽ ജനറൽ ആയിട്ടൊരു ലക്ഷ്യം കാണും. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ലക്ഷ്യത്തിൽ നിന്നും ആരംഭിച്ചിട്ട് ആ കമ്പനി നമ്മൾ അതിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ടോപ്പ് ഡൗൺ എന്നുള്ളത് പറയുന്നത്. ഇനി ബോട്ടം അപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, സ്പെസിഫിക് ടാർഗറ്റിൽ നിന്നുകൊണ്ട് നമുക്കൊരു പ്ലാൻ ചെയ്തിട്ട്
ഒരു ജനറൽ ഫ്രെയിംവർക്കിലോട്ട് നമുക്ക് കമ്പനിയെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ 2 അപ്രോച്ചസ് സ്വീകരിക്കാന്നാണ് പറയുന്നത്. ഇവിടെയും 2 സ്റ്റെപ്സ് പറയുന്നുണ്ട്. ഡാറ്റ flow into the bottom up approach starts for the extraction of data from various sources into the staged area. ഇപ്പൊ ഡാറ്റ മാർട്ട് അഗ്രിഗേറ്റ് ചെയ്ത് സമ്മറൈസ് എങ്ങനെയാണെങ്കിലും എന്താണ് ആ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. നമ്മൾ വേരിയസ് സോഴ്സസിൽ നിന്നുള്ള ഡാറ്റയെ ഒന്നെങ്കിൽ നമ്മൾ ഡാറ്റ വെയർഹൗസിൽ നിന്ന് ആദ്യമേ സ്റ്റോറേജ് വെക്കുന്നു, എന്നിട്ട് ഡാറ്റ മാർട്ട് യൂസ് ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ ഡാറ്റ വെയർഹൗസിലോട്ടല്ല ഡാറ്റ വെക്കുന്നു, എന്നിട്ട് ഡാറ്റ മാർട്ടിലോട്ട് വെക്കുന്നു, എന്നിട്ട് ഡാറ്റ വെയർഹൗസിൽ നിന്ന് ആക്സസ് ചെയ്തെടുക്കുന്നു. അങ്ങനെ 2 അപ്രോച്ചസ് ആണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് ഹെഡിങ് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡാറ്റ വെയർഹൗസ്. ഡാറ്റ വെയർഹൗസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും? മെയിൻ ആയിട്ട് 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. ഇമ്പോർട്ടന്റ് ആണ്. ഡിസംബർ 2021 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡിഫൈൻ ഡാറ്റ വെയർഹൗസ്, എക്സ്പ്ലെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റ വെയർഹൗസ്. നമ്മൾ ഇത് പറഞ്ഞു പോകുന്നതോടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറോടെ റിവൈസ് ചെയ്ത് പോകാം. കാരണം എക്സാമിന് നമ്മൾ എഴുതേണ്ടതാണല്ലോ. അപ്പൊ ഒരു ബ്രീഫ് നോട്ടായിട്ട് പഠിച്ചു വെക്കണം ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ എന്താണ് ഡാറ്റ വെയർഹൗസ് എന്നുള്ളത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് വെച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ വെച്ച് നിങ്ങൾ എഴുതും. അതിന്റെ ബെനിഫിറ്റ്സോ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഉണ്ട് സമ്മറൈസ് ചെയ്തെടുക്കുക. ടോപ്പ് ഡൗൺ ഉണ്ട്, ബോട്ടം അപ്പ് ഉണ്ട് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഇനി പോരുക അല്ലെ. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത ശേഷം 4 പോയിന്റ്സ് ആയിട്ട് പറയുക അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്ന് സബ്ജക്ട് ഓറിയന്റഡ് ആയിരിക്കണം, സെക്കൻഡ് വൺ ഇന്റഗ്രേറ്റഡ്, 3 ടൈം വേരിയന്റ്, 4 നോൺ വോളറ്റൈൽ. അങ്ങനെ 4 പോയിന്റ്സ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് സബ്ജക്ട് ഓറിയന്റഡ് എന്ന് പറഞ്ഞാല് ഡാറ്റ വെയർഹൗസ് ഇസ് ഓൾവേസ് എ സബ്ജക്ട് ഓറിയന്റഡ് വൺ. അതായത് അതിനൊരു സ്പെസിഫിക് തീം കാണുമെന്ന്. എപ്പോഴും സബ്ജക്ട് ഓറിയന്റഡ് ആയിരിക്കും. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ അബൌട്ട് എ സ്പെസിഫിക് തീം. ഒരു സ്പെസിഫിക് ടോപ്പിക് വൈസ് ഇൻഫോർമേഷൻ വേണം നമുക്ക് അവിടെ. ഈ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടൊരു ഡാറ്റയെ കൈകാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ടോപ്പിക് വൈസ് ഇൻഫോർമേഷൻ rather than a ഓവറോൾ പ്രോസസ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിന് നമുക്ക് മൊത്തത്തിലുള്ള പ്രോസസ്സിലോട്ട് പോകാതെ ഇന്നതിനെ മാത്രം കേന്ദ്രീകരിച്ച് ആദ്യമേ നമ്മൾ നോക്കുക. അതാണ് ഒരു തീമിനെ മാത്രം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ തീം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കസ്റ്റമറിനെ മാത്രം ബേസ് ചെയ്താകാം, സെയിൽ ആകാം, വെണ്ടർ ആകാം ഒക്കെ ഇവിടെ പറയുന്നുണ്ട് അല്ലെ. സ്പെസിഫിക് തീം ദാറ്റ് ഈസ് മോർ ഡിഫൈൻഡ്, ദാറ്റ് ഈസ് സെയിൽസ്, പ്രോഡക്ട്സ്, കസ്റ്റമർ, അക്കൗണ്ടന്റ്, ഡിഫറെന്റ് തീം. ഏതെങ്കിലും ഒരു തീമിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നോക്കുന്നതിനാണ് സബ്ജക്ട് ഓറിയന്റഡ് എന്നുള്ള ആ ഒരു പോയിന്റ് പറയുന്നത്. Data warehouse never emphasizes only existing activities. Instead of it focus on data demonstration and analysis to make different decisions. ഇപ്പൊ ഫിഗർ ഒന്ന് നോക്കിക്കേ. ഡാറ്റ വെയർഹൗസില് ഡിഫറെന്റ് തീമുകൾ വരാം. ഒന്ന് കസ്റ്റമർ വരാം, അക്കൗണ്ടന്റ് വരാം, സെയിൽ വരാം, പ്രൊഡക്റ്റ് വരാം, വെണ്ടർ അല്ലെ ആര് വേണമെങ്കിലും വരാം. അങ്ങനെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് വേണം ഡാറ്റ വെയർഹൗസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു സബ്ജക്ട് ഓറിയന്റഡ് കൺസെപ്റ്റ് വേണമെന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് ഇന്റഗ്രേറ്റഡ് ആയിരിക്കണം. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇന്റഗ്രേഷൻ ഇൻവോൾവ്സ് സെറ്റിംഗ് അപ്പ് എ കോമൺ സിസ്റ്റം ടു മെഷർ ഓൾ സിമിലർ ഡേറ്റ ഫ്രം മൾട്ടിപ്പിൾ സിസ്റ്റംസ്. അതായത് എന്താ പറയുന്നത്? മൾട്ടിപ്പിൾ സിമിലർ ഡേറ്റ ഫ്രം മൾട്ടിപ്പിൾ സിസ്റ്റം. പല സിസ്റ്റത്തിൽ നിന്നുള്ള സിമിലർ ഡേറ്റയെ എല്ലാം കൂടെ മെഷർ ചെയ്യാനായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയല്ലേ. ഇന്റഗ്രേഷൻ ഉള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഇന്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിനെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, അതായത് അതിനൊരു കൺസിസ്റ്റൻസി വേണം എന്നാ പറയുന്നത്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കസ്റ്റമറിനെ സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനത്തിൽ അതേ കസ്റ്റമർ തന്നെയാണോ അല്ലെ, ആ കസ്റ്റമറിനെ തന്നെയാണോ റെക്കോർഡുകൾ എന്ന് നമ്മൾ ആദ്യം ഉറപ്പാക്കും. അതിന് നമ്മളിപ്പോ ഇന്നത്തെ കാലഘട്ടത്തിലാണ് നമ്മൾ ആധാർ വെച്ചല്ലേ എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ആധാർ വെച്ച് വെരിഫൈ ചെയ്തല്ലേ പോകുന്നത്. അതാ നമ്മളൊരു ഡാറ്റ വെയർഹൗസ് ഡെവലപ്പ് ചെയ്യുമ്പം അതിനകത്തെ ഡേറ്റ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി അത് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തണം. അതായത് സ്റ്റേറ്റ്സ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറെ നമ്മൾ ഒരു കാര്യം എടുക്കുമ്പോൾ ഈ കസ്റ്റമർ തന്നെയാണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് പോകാനുള്ള റെക്കോർഡ്സ് അല്ലെ രേഖകൾ നമുക്ക് നമ്മൾ അത് തന്നെയാണ് ഉറപ്പാക്കി വെക്കുക. അതായത് കസ്റ്റമറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്റഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം ആ ഫിഗർ ഒന്ന് നോക്കി. ഇന്റഗ്രേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ഡാറ്റ വെയർഹൗസ് എന്നുള്ളത് ഫിഗർ 4. ഇപ്പം ഡാറ്റ വെയർഹൗസിലോട്ട് പല ടൈപ്പ് ഓഫ് അക്കൗണ്ട് വരുന്നുണ്ട്. ചെക്കിംഗ് അക്കൗണ്ട്, ലോൺ അക്കൗണ്ട്, സേവിങ് അക്കൗണ്ട് അല്ലെ. അപ്പം അത് കറക്റ്റ് ആണോ വരുന്നത്? ഇപ്പൊ ഒരാളുടെ ലോൺ അക്കൗണ്ട് വന്നാൽ ആ ലോൺ അക്കൗണ്ട് വരുന്നത് ഇന്ന ആളുടെ തന്നെയാണോ എന്നുള്ള വെരിഫിക്കേഷൻസ് ഇമ്പോർട്ടന്റ്. അതാണ് എപ്പോഴും ഡാറ്റ വെയർഹൗസിന്റെ മെയിൻ പോയിന്റ് വരുന്നത്. ഒന്ന് സബ്ജക്ട് ഓറിയന്റഡ് ആയിരിക്കണം. ഇന്ന സെയിലിന്റെ ആണെങ്കിൽ സെയിലിന്റെ നോക്കുക, വെണ്ടറിന്റെ ആണെങ്കിൽ വെണ്ടറിന്റെ നോക്കി അല്ലെ, കസ്റ്റമറിന്റെ നോക്കുന്നു, പിന്നെ കൺസിസ്റ്റൻസി നോക്കുക. തേർഡ് വൺ പറയുന്നത് ടൈം വേരിയന്റ്, അതായത് ടൈം റിലേറ്റഡ് എന്ന് പറഞ്ഞ ഇൻഫോർമേഷൻ മേ ബി ഹെൽഡ് ഇൻ വേരിയസ് ഇന്റർവെൽസ് സച്ച് ആസ് വീക്ക്ലി, മന്ത്ലി ആൻഡ് ഇയർലി. നമുക്ക് ഇൻഫോർമേഷൻസ് എപ്പോഴും കിട്ടുന്നത് ഒന്നെങ്കിൽ
ആഴ്ചയിലോ മാസത്തിലോ വർഷത്തിലൊക്കെ ആയിരിക്കുമല്ലോ ഓരോ ചില ഫേമിൽ നിന്നും ഇൻഫോർമേഷൻസ് കിട്ടുന്നത്. അപ്പൊ അത് ടൈം വേരിയന്റ് നോക്കണം. അതായത് ഇറ്റ് പ്രൊവൈഡ്സ് എ സീരീസ് ഓഫ് ലിമിറ്റഡ് ടൈം വേരിയബിൾ റേറ്റ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ്. അതായത് ഇപ്പം പറയുന്നത് എന്താ, when the data stored in a data store has a certain amount of time, it can be predictable and provide history. അതായത് it has aspects of time embedded within it. Or the other facet of the data warehouse is that the data cannot be changed, modified, updated once it is stored. The data ഒരു തവണ സ്റ്റോർ ചെയ്ത് വെച്ചാൽ അതിനെ പിന്നെ ഒരിക്കലും നമുക്ക് അതിനെ മോഡിഫൈ ചെയ്യാം. അതായത് ഹിസ്റ്റോറിക്കൽ ഇൻഫോർമേഷൻ നമ്മൾ പിന്നെ മോഡിഫൈ ചെയ്യുന്നില്ലല്ലോ. ഹിസ്റ്റോറിക്കൽ ഇൻഫോർമേഷൻ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അതായത് 3 മാസമോ 6 മാസമോ 1 വർഷമോ അല്ലെങ്കിൽ മുമ്പത്തെ ഡേറ്റ എവിടെ എന്നിവയിൽ നിന്ന് എന്നുള്ള എന്തെങ്കിലും ഒരു ഫയൽ വീണ്ടെടുക്കാൻ കഴിയണം. അതായത് ടൈം വേരിയന്റ് ആയിരിക്കണം. അതാ പറയുന്നത് ടൈം വേരിയന്റ് എന്നുള്ള ഹിസ്റ്റോറിക്കൽ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കണം. എപ്പോൾ ഏത് തരത്തിൽ എത്ര മാസത്തെ ആണെങ്കിലും അല്ലെങ്കിൽ എത്ര വർഷത്തെ ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ ആണെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റണം. അപ്പൊ ടൈം വേരിയന്റ് എന്നുള്ള പോയിന്റ് അതുകൊണ്ടാണ് പറയുന്നത്. അതാണ് ഫിഗറിൽ കാണിക്കുന്ന ഡേറ്റ വെയർഹൗസിലോട്ട് പല മാസം, ഇപ്പം ഡെയിലി വരാം, വീക്കിലി വരാം, മന്ത്ലി വരാം, ഇയർലി വരാം. പിന്നെ നോൺ വോളറ്റൈൽ ആയിരിക്കണം. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമനന്റ് സ്റ്റോറേജിനല്ലേ നമ്മൾ നോൺ വോളറ്റൈൽ എന്ന് പറയുന്നത്. റാമും റോമും ഒക്കെ നമ്മൾ IT ഒക്കെ പഠിക്കുമ്പോൾ പറയാറില്ലേ, പെർമനന്റ് സ്റ്റോറേജിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടില്ലേ അല്ലേ? അപ്പൊ നോൺ വോളറ്റൈൽ ആയിരിക്കണം, പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. ഒരിക്കലും സ്റ്റോർ ചെയ്ത് വെച്ച ഡേറ്റ, അതായത് ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ ഡേറ്റ ആയിരിക്കും സ്റ്റോർ ചെയ്ത്, അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പോകരുത്. പിന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ട ഫീൽഡുകൾ കാണുമായിരിക്കും അന്നേരം നമ്മൾ ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഒരു കസ്റ്റമറെ നമ്മളൊരു ഇപ്പോ ഒരു ബാങ്കിലോട്ട് ഒരു കസ്റ്റമറിനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കയറുവാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് കയറി, ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം കൊടുത്ത് കയറി, ഡേറ്റ് ഓഫ് ബർത്ത് ഒരിക്കലും നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല അല്ലെ? അപ്പൊ ആ ഫീൽഡിന് ഒരു കൺസിസ്റ്റൻസി കാണും. പക്ഷെ ചില ഫീൽഡുകൾ ചിലപ്പോൾ എന്താണ് അപ്ഡേറ്റ് ചെയ്ത് പറ്റാൻ പറ്റും. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ അത് അങ്ങനെയുള്ള ഡേറ്റ ഒരിക്കലും എന്താണ് അപ്ഡേറ്റ് ചെയ്യരുത്. നോൺ വോളറ്റൈൽ കീപ്പ് ചെയ്ത് വെക്കുക പെർമനന്റ് ആയിട്ട്. Data residing in data warehouse is permanent. That is, it also ensures that when new data added, data is not erased or removed. പുതിയ ഡേറ്റ വന്നാലും അതിനെ ഇറേസ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്തത്. അതായത് പെർമനന്റ് ആയിട്ട്, പെർമനന്റ് എന്ന് പറയുമ്പോൾ അപ്ഡേറ്റ് ചെയ്തത്. ഇപ്പൊ നമുക്കൊരു ബിസിനസിന്റെ ഒരു 1 മന്തിലെ ഹ്യൂജ് ഡേറ്റ സെറ്റിനെ സ്റ്റോർ ചെയ്ത് വെച്ചു. ഒരു മാസം, ഇപ്പൊ ഞാൻ ഏപ്രിലെ സ്റ്റോർ ചെയ്ത് വെച്ചു. പിന്നെ മെയ് വരുമ്പോൾ കറന്റ് മന്ത് വന്നാലും പ്രീവിയസ് മന്തിലെ ഡേറ്റ സെറ്റിന് ഒരിക്കലും റീപ്ലേസ് ചെയ്യരുത്. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം ഈ അടുത്ത മെയ് മാസത്തിലാണെങ്കിൽ ചെയ്യാൻ. അപ്പം ബോത്ത് മന്ത് ഡേറ്റ് സെറ്റ്സ് നമ്മൾ സേവ് ചെയ്ത് വെക്കണം, ഒരിക്കലും ഇറേസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. അങ്ങനെ 4 പോയിന്റ്സ് അതിന്റെ ഫിഗറിനകത്തും പറയുന്നുണ്ട്. ആ 4 പോയിന്റ്സും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ഡിഫൈൻ ഡേറ്റ വെയർഹൗസ് ആൻഡ് എക്സ്പ്ലെയിൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡേറ്റ വെയർഹൗസ്. നെക്സ്റ്റ് ടോപ്പിക് പറയുന്നത് ഹൗ ഡേറ്റ വെയർഹൗസ് വർക്ക്. നമ്മളിപ്പോ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നോട് നോക്കണം. ഇത്ര ദിവസം നമ്മൾ അതിന്റെ അപ്രോച്ചസും ഇത്ര സമയത്ത് അതിനെ കുറിച്ചും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറയും. നമുക്കത് എങ്ങനെ വർക്ക് ചെയ്യും നോക്കാം. അതായത് data warehouse is a central repository in which one or more sources of information are collected. അതൊരു മെയിൻ ആയിട്ടൊരു കൺസെപ്റ്റിലാണ് ഡേറ്റ വെയർഹൗസിനെ പറയുന്നത്. ഡേറ്റ ഇൻ ഡേറ്റ വെയർഹൗസ് മേ ബി സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ് ഓർ അൺസ്ട്രക്ചേർഡ്. അതായത് ഒരു ടേബിൾ ഫോമിലായിരിക്കും ഡേറ്റ കാണുന്നത്. അങ്ങനെയല്ലേ നമുക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ എളുപ്പം അല്ലെ? ഇപ്പൊ സ്റ്റുഡൻസ് ലിസ്റ്റ് ആയാലും സ്റ്റുഡന്റിന്റെ നെയിം, സീരിയൽ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ, മാർക്ക്, ക്ലാസ്, ഇങ്ങനെ നമ്മളൊരു ടേബിൾ ഫോർമാറ്റിലെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ച് പോകുന്നത്. അപ്പം ഡേറ്റ ഇസ് പ്രോസസ്ഡ്, ട്രാൻസ്ഫോംഡ് ആൻഡ് ആക്സസ്ഡ് ബൈ ദി യൂസേഴ്സ് ഇൻ ദി ഫോം ഓഫ് ബിസിനസ് ഇന്റലിജൻസ്, റിപ്പോർട്ടിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. A data warehouse integrates disparate primary source into comprehensive sources. The data warehouse enables data mining to find patterns of information to increase profits. എന്ന് പറഞ്ഞാൽ ഡേറ്റ എല്ലാം കൂടെ നമ്മൾ ഡേറ്റ വെയർഹൗസിനകത്ത് മൾട്ടിപ്പിൾ ഡേറ്റാബേസസ് കാണും. ഡേറ്റാബേസ് എന്നാ നമുക്കറിയാം അല്ലെ? ഡേറ്റാബേസ് എന്ന് പറഞ്ഞ പല ഡേറ്റാബേസുകളിലായിരിക്കും. ഡേറ്റ വെയർഹൗസ് എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ഡേറ്റാബേസ് ആണ്. അപ്പൊ ഡിഫറെന്റ് ഡേറ്റാബേസ് പറഞ്ഞ ഡിഫറെന്റ് ഡേറ്റാബേസ് ഡിഫറെന്റ് ടേബിളുകളാണ്. ആ ഡിഫറെന്റ് ടേബിളുകളിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് വെക്കുന്നത്. അപ്പം ഡേറ്റ വെയർഹൗസ് മേ കണ്ടെയ്ൻ മൾട്ടിപ്പിൾ ഡേറ്റാബേസ് within each database. Data is organized into a table and columns. അങ്ങനെയാണ് ഡേറ്റ സ്റ്റോർ വെക്കുന്നത്. അതേ മനസ്സിലാക്കി വെക്കുക. നമ്മളിപ്പോ SQL ഒക്കെ പഠിച്ചിട്ടില്ലേ? SQL സ്ട്രക്ചർഡ് ക്വറി ലാംഗ്വേജ് ഒക്കെ പഠിക്കുമ്പോൾ ടേബിളിലോട്ടാണ് ഡേറ്റ സ്റ്റോർ വെക്കുന്നത്. ഈ ടേബിൾ ഒരു ഡേറ്റാബേസിലോട്ട് പോകും. ആ ഡേറ്റാബേസ് നമുക്കൊരു മെയിൻ ആയിട്ടൊരു ഡേറ്റ വെയർഹൗസിലായിരിക്കും. അവിടെ നമ്മൾ പല ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് പോകും.
ഇപ്പം നിങ്ങൾ BC ഒക്കെ കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ പ്രൊജക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അറിയാം. ASP.NET VB.NET പ്രൊജക്ട് ചെയ്തവരൊക്കെ എന്തായിരിക്കും ഇങ്ങനെ ഡേറ്റ സ്റ്റോർ ചെയ്ത് പല പല ഡേറ്റാബേസ് അല്ല ഒരു ഡേറ്റാബേസിലൂടെ നിങ്ങൾ പല പല ടേബിളുകൾ വെച്ചിട്ട് ആ ടേബിളിൽ ഒരു ഫോർമാറ്റ് ആക്കി, അതായത് കോളത്തിനും റോയ്ക്കും ഒരു ഫോർമാറ്റ് ആക്കിയിട്ട് അവരുടെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഡേറ്റ വെയർഹൗസിൽ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആദ്യമേ മനസ്സിലാക്കി വെക്കും. അതാണ് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. അപ്പം അതിന്റെ ഇമ്പോർട്ടന്റ് കമ്പോണൻസ് പറയുന്നത് ഒരു ഡേറ്റ വെയർഹൗസിലെ ലോഡ് മാനേജർ കാണും, വെയർഹൗസ് മാനേജർ കാണും, കൊറി മാനേജർ കാണും. അങ്ങനെ 3 കാര്യങ്ങൾ പറയും. പിന്നെ എൻഡ് യൂസർ ആയിരിക്കും, അത് ആക്സസ് ചെയ്യുന്ന നമ്മൾ എൻഡ് യൂസർ ആയിരിക്കും. അപ്പൊ ലോഡ് മാനേജർ എന്ന് പറഞ്ഞാല് ഫ്രണ്ട് എൻഡ് കമ്പോണന്റ് ആയിരിക്കും. ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദിസ് കമ്പോണന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇമ്പോർട്ടിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് ഡേറ്റ ഫ്രം ഓപ്പറേഷണൽ സിസ്റ്റം. ദിസ് കമ്പോണന്റ് ഇൻക്ലൂഡ്സ് ഓൾ ദി പ്രോഗ്രാംസ് ആൻഡ് ആപ്ലിക്കേഷൻ ഇന്റർഫേസസ്. അതായത് നമ്മൾ ഫ്രണ്ട് എൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നിടമായിരിക്കും ഇത് ഈ ഒരു ലോഡ് മാനേജറിലോട്ട് വരുന്നത്. അതായത് ഫ്രണ്ട് എൻഡ് കമ്പോണന്റ്, അതായത് അവിടെയായിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻസോ നമ്മുടെ ഇന്റർഫേസുകളൊക്കെ വരുന്നത്. യൂസർ അതായത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് വരുന്ന ഏതായിരിക്കും? ഈ ഒരു ലോഡ് മാനേജറിലായിരിക്കും. ഇറ്റ് പെർഫോംസ് ദി ഫോളോയിങ് ടാസ്ക്സ് സച്ച് ആസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡാറ്റ, validation of data, about the accuracy, extraction of data from original sources, cleansing of data, eliminating meaningless values and making it usable. അതായത് ഈ നമുക്കറിയാം നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. നമ്മൾ ഡേറ്റ കൊടുക്കുക, ആ ഡേറ്റ കൊടുക്കുന്ന ആ ഇന്റർഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൊടുക്കുമ്പോൾ നമ്മളെ അവർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്, ക്ലെൻസ് ചെയ്യുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അതിന് നമ്മുടെ നെയിം, അഡ്രസ്സ്, അങ്ങനെ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി അല്ലെ ക്വാളിഫിക്കേഷൻ, ഇതെല്ലാം കൊടുക്കുമ്പോൾ തന്നെ വേണ്ട ഡേറ്റ നമുക്ക് അവിടെ കൊടുത്തു പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഉടനെ അവിടെ വാലിഡേഷൻ എറർ കാണിക്കാം, ഈ ഡേറ്റ ഇവിടെ പറ്റത്തില്ലെന്നും പറയും, ഇല്ലേ? അപ്പൊ അത് ചെയ്യുന്ന ലോഡ് മാനേജർ എന്നുള്ള കൺസെപ്റ്റിലാണ് അത് പറയുന്നത്. പിന്നെ പറയുന്നത് data reformatting, data standardization by getting them into a consistent form, data merging by taking data from different sources and consolidating into one place and establishing referential. അതായത് പലയിടത്തും വരുന്ന ഡേറ്റ എല്ലാം കൂടെ ഇങ്ങനൊരു ഡേറ്റ ഇന്റർഫേസിലോട്ട് ലോഡ് മാനേജറിലോട്ട് വരുന്നു. അതാ ലോഡ് മാനേജർ എന്ന് പറയുന്നത്. ഫ്രണ്ട് എൻഡ് കമ്പോണന്റ് എഴുതി വെച്ചാൽ മതി. ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂസർ ഇന്റർഫേസ് ആണ് ഫ്രണ്ട് എൻഡ് കമ്പോണന്റ് വരുന്നത്, അവിടെയാണ് നമ്മൾ കൊടുക്കുക. ദെൻ വെയർഹൗസ് മാനേജർ ഇസ് ദി സെന്റർ ഫോർ ഡേറ്റ വെയർഹൗസ് സിസ്റ്റം. അതിനുശേഷം ഡേറ്റ വെയർഹൗസിന്റെ സെൻട്രലിൽ ഇരിക്കുന്ന ഒരു പോർഷൻ ആണ് വെയർഹൗസ് മാനേജർ. ഇറ്റ് ഈസ് എ ഡേറ്റ വെയർഹൗസ്, അത് ഡേറ്റ വെയർഹൗസ് തന്നെയാണ്. ഇറ്റ് ഈസ് എ ലാർജ് ഫിസിക്കൽ ഡേറ്റാബേസ് ദാറ്റ് ഹോൾഡ്സ് എ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ ഫ്രം വൈഡ് വെറൈറ്റി ഓഫ് സോഴ്സ്. അതായത് ഞാനിപ്പോ ഒരു സൈറ്റിൽ കയറി ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. ഞാനൊരു എംപ്ലോയി, ഒരു കാൻഡിഡേറ്റ് കയറി ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. അപ്പൊ അതേ സമയത്ത് തന്നെ ആ സൈറ്റിൽ ആർക്കൊക്കെ എവിടുന്നെല്ലാം വേണം ചെയ്യാം, അല്ലെ? ഒറ്റ ടൈം തൗസൻഡ്സ് അല്ലെ അതിലും 10,000 ജോബ് സീക്കേഴ്സ് കയറി ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ചെയ്യുവാണെങ്കിൽ ഇതെല്ലാം കൂടെ ചെയ്യുന്നതെല്ലാം ലോഡ് മാനേജറിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത്. ആ ഇന്റർഫേസിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് ആണ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യുന്നത്, അല്ലെ? ഇതെല്ലാം അതിന് ബിഹൈൻഡ് നടക്കും. എന്നിട്ട് ഡേറ്റ വെയർഹൗസിലോട്ട് വെയർഹൗസ് മാനേജർ അതിനെ മാനേജ് ചെയ്യുന്നത്. അതായത് ഇൻഫോർമേഷൻസ് ഇതെല്ലാം കൂടെ സ്റ്റോർ ചെയ്ത് വെക്കുക. അതിനുശേഷം അതിന് കൊറി മാനേജർ എടുക്കും. കൊറി മീൻസ് ക്വസ്റ്റ്യൻ. Query manager component provides the end users with the access to the stored warehouse information. The user specialized end user tools. Data mining access tools have various categories such as query and reporting, online analytical processing, statistics, data discovery and graphical geographic information. അത് query manager യൂസ് ചെയ്താണ് അതിനെ query. ഇപ്പൊ തൗസൻഡ്സ് ഓഫ് ജോബ് സീക്കേഴ്സിന്റെ ആപ്ലിക്കേഷൻ വന്നാൽ അതിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുക്കണമെങ്കിൽ ആ ഡേറ്റാബേസിനകത്ത് നമ്മൾ കുറെ കോഡ് കൊടുക്കും. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് വേണ്ട ലിസ്റ്റ് എടുക്കും. ഇപ്പം ഏജ് ഇൻ ബിറ്റ്വീൻ 25 and 30 ആയിട്ടുള്ള മാത്രം. അപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം അവിടെ പരസ്യം കണ്ടപ്പോൾ നമുക്ക് തോന്നി 25-നും 40-നും ഇടയ്ക്കുള്ള സ്റ്റുഡൻസിനെ അല്ല കാൻഡിഡേറ്റിനെ അവിടെ എടുക്കുന്നുണ്ടെന്ന്. പക്ഷെ 1000 ലക്ഷക്കണക്കിന് ആപ്ലിക്കേഷൻസ് ഇനി വന്നു കഴിയുമ്പോഴത്തേനും അവരെടുക്കും 25-നും 30-നും ഇടയ്ക്ക് മാത്രമുള്ള ഒരു ജോബ് സീക്കറിനെ നമുക്ക് അങ്ങനെയുള്ള ലിസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും എന്ന് പറഞ്ഞാൽ കൊറി മാനേജർ യൂസ് ചെയ്തായിരിക്കും അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാണ് ഇത് പറയുന്നത്. ഞാൻ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി ഒലാപ്പ് യൂസ് ചെയ്യുന്നു പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒലാപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് യൂസ് ചെയ്താണ് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റുകളിലൊക്കെ അതിന്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ചൊക്കെ വരുന്നുണ്ട്. അതൊക്കെ യൂസ് ചെയ്താണ് ഒരു ഫൈനൽ കൺക്ലൂഷൻ എത്തുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇതിവിടെ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർത്താൽ മതി. ഡേറ്റ വെയർഹൗസ് എന്ന് പറയുന്നത് തന്നെ മൾട്ടിപ്പിൾ ഡേറ്റാബേസുകളായിരിക്കും. ആ മൾട്ടിപ്പിൾ ഡേറ്റാബേസ് എന്ന് പറയുന്നത് ടേബിളും കോളവും ആയിട്ടായിരിക്കും ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ലോഡ് മാനേജർ ഫ്രണ്ട് എൻഡ് കമ്പോണന്റ് ചെയ്യുന്നു. അത് ഡേറ്റ വെയർഹൗസ് മാനേജറോട്ട് വന്നിട്ട് കൊറി മാനേജർ യൂസ് ചെയ്തത്
query ചെയ്താണ് ഫൈനലൈസ് ചെയ്തെടുക്കുന്നത്. പിന്നെ എൻഡ് യൂസർ ടൂൾസുകളും യൂസ് ചെയ്യുക. അത് എൻഡ് യൂസർ ടൂൾസ് OLAP ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. OLAP തന്നെ നെക്സ്റ്റ് പോയിന്റ് 1.6 OLTP, OLAP, OLAP യെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് അത് നോക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. OLTP ആൻഡ് OLAP എന്താണ് ബ്രീഫ് എക്സ്പ്ലനേഷൻ ചോദിക്കാം. അത് അപ്കമിങ് ക്ലാസ്സുകളിലൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത്, അതായത് എക്സാമ്പിൾസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് അതിന്റെ ഒരു ജസ്റ്റ് ഒരു അതായത് അതിന് എക്സാമ്പിൾസ് ഇല്ല, എന്നാൽ എന്താന്ന് പറഞ്ഞു പോകുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. OLAP, OLTP ആൻഡ് OLAP. OLTP എന്ന് പറഞ്ഞാല് ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്, ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കേണ്ടതാണ്. OLAP എന്ന് പറഞ്ഞാല് ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ്. ഓൺലൈൻ transaction processing and online analytical processing are two terms which look similar but refer to different kinds of systems. നമുക്ക് നോക്കുമ്പോൾ ഒരേപോലെ തോന്നുമെങ്കിലും രണ്ട് കാര്യമാണ്. ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് captures, stores and processes data from transactions in real time. Online analytical process uses complex queries to analyze aggregated historical data from OLTP system. അതായത് ഓൺലൈൻ രണ്ടും നമുക്ക് തോന്നുമ്പോൾ സിമിലർ ആയിട്ട് തോന്നും, പക്ഷെ രണ്ട് കാര്യമാണ്. OLTP എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് റിയൽ ടൈമിൽ നടക്കുന്നതാണ്. അപ്പൊ റിയൽ ടൈം എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ പ്രോസസ്സിംഗ് ആയിരിക്കും, അല്ലെ? റിയൽ ടൈം നമ്മളിപ്പോ ഇന്നിപ്പോ ചെയ്യുന്നു, അല്ലെ? അങ്ങനെ റിയൽ ടൈമിൽ നടക്കുന്ന പറയുമ്പോൾ ഡേ ടു ഡേ പ്രോസസ്സിംഗ് ആയിരിക്കും. വേണേ സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചോ, ഡേ ടു ഡേ പ്രോസസ്സിംഗ് ആയിരിക്കും. ഏതായിരിക്കും ഡേ ടു ഡേ പ്രോസസ്സിംഗ്? ഇന്ന് നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമല്ലേ ഓൺലൈൻ പ്രോസസ്സിംഗ്. എന്തെല്ലാം ഓൺലൈൻ ബാങ്കിങ്, ഷോപ്പിംഗ്, അല്ലേ? ഇവിടെ എല്ലാം നമ്മൾ എന്താണ് ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ലേ നടത്തുന്നത്. ഓൺലൈൻ OLTP system captures and maintains transaction data in a database. Each transaction involves individual database records made up multiple fields or columns. Examples include banking and credit card activity or retail checkout scanning. ഏറ്റവും നല്ല എക്സാമ്പിൾ അല്ലേ നമ്മൾ ബാങ്കിലും ഷോപ്പിങ്ങിലും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആണ് നടത്തുന്നത്, അല്ലേ? അത് ഡേ ടു ഡേ പ്രോസസ് നടക്കുന്നത്, റിയൽ ടൈം ആണ്. അതാണ് ഒരു കൺസെപ്റ്റ്, ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്. അത് ഫാസ്റ്റ് പ്രോസസ്സിംഗും ആയിരിക്കും. അവിടെയും ഡേറ്റാബേസുകൾ കാണും. റീഡ് ചെയ്ത് റിട്ടേൺ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തായിരിക്കും പ്രോസസ്സിംഗ് നടക്കുന്നത്, അല്ലേ? അതായത് ആ ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന പ്രൊഫഷണൽസുകളായിരിക്കും, ഡേറ്റാബേസ് പ്രൊഫഷണലുകളായിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ഡേറ്റാബേസിലെ പ്രൊഫഷണലുകളായിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. യൂസർ അത് റൺ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ കയറി ഇപ്പം ഞാൻ കയറി ജിപേ ചെയ്തു, അത് നമ്മൾ റൺ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ ബിഹൈൻഡിൽ നടക്കുന്നത് എന്തായിരിക്കും? ഡേറ്റാബേസ് പ്രൊഫഷണൽസ് ആയിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. എന്നിട്ട് ഡേറ്റാബേസ് പ്രൊഫഷണൽസ് അത് അനലൈസ് ചെയ്തിട്ട് ബിസിനസ്സിൽ റൺ ചെയ്യാൻ നോക്കുന്നത്, അല്ലേ? അതായത് ഡേറ്റ ഉണ്ടോ എന്നാണ് അവർ അതിനകത്ത് നോക്കുന്നത്. ഡേറ്റ ഫോക്കസ് ഓൺ ഡേറ്റ ഡേറ്റ ഇതിലുണ്ടോ എന്നാണ് ഈ ഡേറ്റാബേസ് ഓൺലൈൻ ട്രാൻസാക്ഷൻ നോക്കുന്നത്. ഇനി OLAP എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. OLAP ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ്. അതൊരിക്കലും it is applies complex queries to large amount of historical data aggregated from OLTP database and other sources for mining, analytical business, etc. അതായത് എക്സാമ്പിൾസ് ആദ്യമേ ഞാൻ പറയാം. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഇയർ ഓവർ ഇയർ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓർ മാർക്കറ്റിംഗ് ലീഡ് ജനറേഷൻ ട്രെൻഡ്സ്, അല്ലെ വർഷം തോറുമുള്ള ഫിനാൻഷ്യൽ അല്ലെ മാർക്കറ്റിംഗ് ജനറേഷൻ ട്രെൻഡുകൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു വർഷം തോറുമുള്ള മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു റീറ്റെയിലർ സ്റ്റോഴ്സിൽ ഡേറ്റ അബൌട്ട് ഓൾ പ്രോഡക്ട്സ് ഇറ്റ് സെൽസ് സച്ച് ആസ് കളർ, സൈസ്, കോസ്റ്റ്, ലൊക്കേഷൻ ഒക്കെ വരത്തില്ലേ ഒരു റീറ്റെയിൽ സ്റ്റോറിലാണെങ്കിൽ? ഇപ്പൊ എല്ലാ തരത്തിലുള്ള പ്രൊഡക്റ്റും ഉണ്ട്. പക്ഷെ അതിന്റെ കളർ, സൈസ്, കോസ്റ്റ്, ലൊക്കേഷൻ എല്ലാം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കത്തില്ലേ? അതായത് അനലൈസ് ചെയ്യുമല്ലേ? അപ്പം ഡേറ്റ വെയർഹൗസ് കൺസെപ്റ്റ് തന്നെയാണ്. ഹിസ്റ്റോറിക്കൽ പ്രോസസിംഗ് ഓഫ് ഇൻഫോർമേഷൻസ് അവിടെ വരാം. അനലൈസ് ചെയ്യുന്ന അനലിസ്റ്റുകളായിരിക്കും അനലൈസ് ചെയ്യുന്നത്. മറ്റേത് പറഞ്ഞാൽ ഡേറ്റാബേസ് പ്രൊഫഷണൽസ് ആയിരിക്കും അനലൈസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഞാൻ ഒരു മെയിൻ പോയിന്റ് പറയുകയാണെങ്കിൽ നമുക്കിപ്പം എക്സാമ്പിൾ OLTP പറയുവാണെങ്കിൽ ഒത്തിരി യൂസേഴ്സ് വരാം. OLTP ആണ് ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആണ് ഒത്തിരി യൂസേഴ്സ് വരും, നമ്പർ ഓഫ് യൂസേഴ്സ് കാണും.
അല്ലെ തൗസൻഡ്സ് ഓഫ് യൂസേഴ്സ് കാണും ബാങ്ക്. പക്ഷെ ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ് എന്ന് പറയാൻ അങ്ങനെയല്ല, യൂസേഴ്സിന്റെ എണ്ണം കുറവായിരിക്കും. അതായത് അവരെ അനലൈസ് ചെയ്യുക. നമുക്ക് ഇപ്പൊ ഒരു വർഷം അല്ലെ വർഷം തോറും ഇനി ഒരു പ്രോഡക്റ്റിനാണോ കൂടുതൽ ആണെങ്കിൽ ആ പ്രോഡക്റ്റ് തന്നെ ആ ബിസിനസ്സുകാരെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കും. ഇനി അല്ലെങ്കിൽ ഇന്ന കളറിനാണ് കൂടുതൽ സെയിൽ വരുന്നെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാനല്ലേ അവർ നോക്കത്തുള്ളൂ. അല്ലെ ഇനി ഒരു പോർഷൻസിന് അത് ഡിമ്മായി പോയി അല്ലെ അവരത് അവോയ്ഡ് ചെയ്ത് വിടുക. അങ്ങനെ അനലൈസ് ചെയ്ത് പ്രോസസ് ചെയ്യുമ്പോഴാണ് അനലൈസിങ് ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് ആണ്. പക്ഷെ OLTP അങ്ങനെയല്ല, നമ്മളിപ്പോ ബാങ്കിന് ട്രാൻസാക്ഷൻ നടക്കുന്നത് GPay വെച്ച് ചെയ്യുന്നു, അത്ര ഓർത്താൽ മതി. അതായത് അത് തൗസൻഡ്സോ അല്ലെങ്കിൽ 10,000 ആൾക്കാർ ഒരേ സമയം എന്തെല്ലാം യൂസ് ചെയ്ത് പോകുന്നു അല്ലെ. അപ്പൊ ഡേറ്റ് ഉണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്തിട്ട് ആ പ്രോസസ്സിങ് അങ്ങ് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ OLAP അല്ല, അപ്പൊ അങ്ങനെയല്ല, അതുണ്ടോന്ന് ഉള്ള ഒരു കാര്യം. ഇപ്പൊ വർഷം തോറും ഇപ്പൊ ഒരു വർഷത്തെ ഒരു ട്രെൻഡ് എടുത്തിട്ട് ആ ട്രെൻഡിനെ നോക്കിക്കൊണ്ട് അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവരെ അനലൈസ് ചെയ്യുക, അനലിസ്റ്റുകൾ അനലൈസ് ചെയ്ത്, അതായത് അപ്പൊ അവർ ഹിസ്റ്റോറിക്കൽ ഡേറ്റ അവിടെ നോക്കും അല്ലെ. ഹിസ്റ്റോറിക്കൽ പ്രോസസിങ് ഓഫ് ഇൻഫോർമേഷൻ അത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഒലാപ്പില്. അതായത് ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞാൽ അവർക്ക് നേരത്തെ അറിയണം, അറിഞ്ഞിട്ട് മാത്രമേ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കൺസെപ്റ്റ് നോക്കുന്നുള്ളൂ. അതായത് എന്തുമാത്രം ഇത് ഫോക്കസ് ചെയ്യുന്നത് എന്തുമാത്രം ഡേറ്റ ഉണ്ടായിരുന്നു അല്ലെ, ഫോക്കസസ് ഔട്ടാ, അതായത് എത്രമാത്രം ഡേറ്റ പോയി. ഇപ്പം ഒരു റീറ്റെയിലറിനെ സംബന്ധിച്ചാണെങ്കിൽ, ഒരു കടക്കാരെ സംബന്ധിച്ചാണെങ്കിൽ ഏതൊക്കെ ഡേറ്റ പോയി, അല്ലെ ഇനി ഒരു സാരിയാണെങ്കിൽ ആ സാരിയുടെ കളർ ഇന്നമാണ് കൂടുതൽ പോകുന്നത്. അപ്പൊ അതിനെ തന്നെ പിന്നെ അല്ലെ ആ ഒരു കളറിനെ തന്നെ ഫോക്കസ് ചെയ്ത് എടുത്ത് ആ ഒരു റീറ്റെയിൽ സ്റ്റോറിൽ അത് കൊണ്ടുവന്ന് വെക്കുക. അങ്ങനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് അവിടെ വരുന്നത്. അതായത് അവിടെ ഓപ്പറേഷൻസ് നടക്കുന്നത് കൊറി ടൈപ്പിലായിരിക്കും. അതായത് ഇൻസെർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് കമാൻഡ്സുകൾ യൂസ് ചെയ്യാം OLTP-യിൽ. ഒലാപ്പിലാണെങ്കിൽ സെലക്ട് കമാൻഡ്സുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഇൻസെർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്, സെലക്ട് കമാൻഡ്സുകളൊക്കെ SQL പഠിച്ചിട്ടില്ലേ, അപ്പൊ അത് വെച്ചൊക്കെ ആയിരിക്കും അതിനെ കൊറി ടൈപ്പ്, അതായത് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ അതിന്റെ എന്താ ഡിസൈന്, സോഴ്സ്, പർപ്പസ്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്സുകളെല്ലാം ഈ ഒരു ടേബിൾ ഫോർമാറ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് നോക്കിയാൽ മതി. അതുപോലെ ഡേറ്റാബേസ് ഡിസൈൻ എന്ന് പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞില്ല. ഡേറ്റാബേസ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നോർമലൈസ്ഡ് ഡേറ്റ ഫോർ എഫിഷ്യൻസി. അതായത് OLTP-യിലാണെങ്കിൽ നോർമലൈസ് ഡേറ്റ ആയിരിക്കും കൊടുക്കുന്നത്. ഒലാപ്പിലാണെങ്കിൽ ഡീനോർമലൈസ്ഡ് ഡേറ്റ ആയിരിക്കും കൊടുക്കുന്നത്. ഡീനോർമലൈസ്ഡ് എന്ന് പറയുമ്പോൾ നോർമലൈസേഷൻ ഇല്ലെന്ന്. നോർമലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, റിഡൻഡൻസി കുറയ്ക്കാനല്ലേ നമ്മൾ നോക്കുന്നത്. നമ്മള് BC ഒക്കെ പഠിച്ചിട്ടില്ല, റിഡൻഡൻസി കുറയ്ക്കുക. അതായത് നോർമലൈസേഷൻ ഈസ് ഡിവൈഡിങ് ഡേറ്റ ഇൻടു മൾട്ടിപ്പിൾ ടേബിൾസ് ടു റെഡ്യൂസ് റിഡൻഡൻസി ആൻഡ് ഇൻകൺസിസ്റ്റൻസിയും റിഡൻഡൻസിയും കുറയ്ക്കുക, നോർമലൈസ് ചെയ്യുക. ഡേറ്റയെ മൾട്ടിപ്പിൾ ടേബിൾ ഡേറ്റയെ കുറച്ച്, അതായത് നമുക്കത് ഒരുപാട് റിപ്പറ്റീഷൻ ഓഫ് ഡേറ്റ വരാതിരിക്കുക. അത് നോക്കുന്നത് ഏതായിരിക്കും, OLTP ആയിരിക്കും. അങ്ങനെ നോക്കണ്ടല്ലേ, നമ്മൾ GPay വെച്ച് നമ്മൾ ഒരെണ്ണം ചെയ്ത് ഉടനെ അടുത്ത ഡേറ്റ നമ്മൾ അടുത്ത എമൗണ്ട് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഞാൻ 100 രൂപ GPay ചെയ്ത അടുത്ത ഇതിൽ 100 രൂപ പെട്ടെന്ന് തന്നെ GPay ചെയ്ത് പോയെങ്കിൽ അവിടെ എന്താണ് റിഡൻഡൻസി ഉണ്ടായത് അല്ലെ. അങ്ങനെ ഒരിക്കലും വരരുത്. അപ്പൊ അതിന് നോർമലൈസ് ചെയ്തായിരിക്കും ഡേറ്റ നിലനിൽക്കുന്നത്. ഇനി ഒലാപ്പ് ആണെങ്കിൽ എന്തായിരിക്കും, ഡീനോർമലൈസേഷൻ ആയിരിക്കും. അത് പക്ഷെ അത് അനലൈസ് ചെയ്തല്ലേ എടുക്കുന്നത്. അപ്പൊ അതിന് ഡീനോർമലൈസേഷൻ മതി, ഡീനോർമലൈസ്ഡ് ഡേറ്റാബേസ് ഫോർ അനലൈസിസ്. അതായത് നോർമലൈസ് അല്ലെന്നുള്ള രീതി. പക്ഷെ ഓൺലൈൻ പ്രോസസ്സിംഗ് ആണെങ്കിൽ നോർമലൈസ്ഡ് ആയിരിക്കണം ഡേറ്റ. അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ പറയുന്ന ടേബിൾ വായിച്ചു നോക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ടൈപ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നെക്സ്റ്റ് വൺ പറഞ്ഞ ഡേറ്റ ഗ്രാനുലാരിറ്റി. ഡേറ്റ ഗ്രാനുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫിൽ പറയുന്നത്, ഗ്രാനുലാരിറ്റി ഈസ് വൺ ഓഫ് ദി മെയിൻ എലമെന്റ്സ് ഓഫ് മോഡലിംഗ് ഓഫ് ഡേറ്റ വെയർഹൗസ് ഡേറ്റ. മോഡലിംഗ് മെയിൻ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. മോഡലിംഗിന്റെ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. refers to the level of precision of data that is stored and managed. അതായത് ഡേറ്റ ഗ്രാനുലാരിറ്റി റെഫർ ചെയ്യുന്ന എന്താണ്, ലെവൽ ഓഫ് പ്രിസിഷൻ ഓഫ് ഡേറ്റ. വേണമെങ്കിൽ ആ ഒരു പോയിന്റ് സൈഡ് നോട്ട് ചെയ്ത് വെച്ചു. ഇറ്റ് റെഫേഴ്സ് ടു ദി ലെവൽ ഓഫ് പ്രിസിഷൻ ഓഫ് ഡേറ്റ ദാറ്റ് ഈസ് സ്റ്റോർഡ് ആൻഡ് മാനേജ്ഡ്. ആ ഒരു വലിയ പാരഗ്രാഫിൽ ആ ഒരു പോയിന്റേ ഉള്ളൂ ഡേറ്റ ഗ്രാനുലാരിറ്റിയെ കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാല് ഡേറ്റയുടെ പ്രിസിഷനെ കുറിച്ച് എന്താണ് കാണിക്കുവാന്ന്. refers to the level of precision. Precision എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച്, അല്ലെ അതിന്റെ ഒരു ആക്യുറസിയെ കുറിച്ചാണ് ഗ്രാനുലാരിറ്റി പറയുന്നത്. എന്ന് പറഞ്ഞാല്
സൈസ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഞാന് ഒരു അഡ്രസ്സോ എന്തെങ്കിലും കൊടുക്കുമ്പോൾ സിപ്പ് കോഡ് കൊടുക്കാറുണ്ട്. പോസ്റ്റൽ അഡ്രസ്സോ കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്? അതായത് സൈസ് ഇൻ വിച്ച് ഡേറ്റ ഫീൽഡ്സ് ആർ സബ് ഡിവൈഡഡ്. ഓരോ ഡേറ്റ ഫീൽഡിൽ ഇപ്പൊ ഞാൻ വല്ല മൊബൈൽ നമ്പർ കൊടുക്കുക, ഒരു ഫീൽഡിലോട്ട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യും. മൊബൈൽ നമ്പർ എത്ര അക്കൗണ്ട്? 10 നമ്പർ ഡിജിറ്റ് അല്ലേ ഉള്ളൂ അല്ലെ? ആ 10 ഡിജിറ്റ് ഉണ്ടെങ്കിൽ ആ 10 ഡിജിറ്റ് കറക്റ്റ് എൻ്റർ ചെയ്യാനുള്ള സ്പേസ് അവിടെ കൊടുക്കാറുള്ളൂ. അതായത് 9 എണ്ണം കൊടുക്കരുത്, 11 എണ്ണം കൊടുക്കരുത്. 9 എണ്ണം കൊടുത്താൽ ഒരു ഡിജിറ്റ് പോയി, 11 എണ്ണം കൊടുത്താൽ സൈസ് കൂടിപ്പോയി അല്ലെ? അപ്പൊ അങ്ങനെ വരാതെ അതിന്റെ പ്രിസിഷനെ നിലനിർത്തുക എന്നുള്ളതാണ് ഡേറ്റ ഗ്രാനുലാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് മെറ്റാഡേറ്റ ആൻഡ് ഡേറ്റ വെയർഹൗസിങ്. അതൊക്കെ ഒരു ടേം ഇങ്ങനെ ഡേറ്റ വെയർഹൗസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. എന്താണ് മെറ്റാഡേറ്റ? മെറ്റാഡേറ്റ എന്തായിരിക്കും? ഡേറ്റ എബൌട്ട് ഡേറ്റ, അതല്ലേ മെറ്റാഡേറ്റ. സെന്റൻസ് സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചു, അതിനെക്കുറിച്ച് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഡേറ്റ എബൌട്ട് ഡേറ്റ ഈസ് മെറ്റാഡേറ്റ. അതായത് ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റയെ നമുക്ക് മെറ്റാഡേറ്റ എന്ന് പറയാം. ഒരു ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ വേറൊരു ഡേറ്റ ഉപയോഗിക്കും, അതിനെയാണ് ഏതാണ് മെറ്റാഡേറ്റ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ വേറൊരു ഡേറ്റ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ വേറൊരു ഡേറ്റ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാല് ഏറ്റവും നല്ല എക്സാമ്പിൾ മനസ്സിലാക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻഡെക്സ് ഓഫ് എ ബുക്ക് സർവീസ് ആസ് എ മെറ്റാ ഡാറ്റ ഫോർ കണ്ടന്റ്സ് ഓഫ് ദി ബുക്ക് അല്ലെ? നമ്മളൊരു ബുക്കിന്റെ ഇൻഡെക്സ് എടുക്കുമ്പോൾ ഇൻഡെക്സിൽ നോക്കി നമ്മൾ പേജ് നോക്കി, ഇപ്പോഴാണെങ്കിൽ ബുക്കൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. ലൈബ്രറി ടെക്സ്റ്റ് ഒക്കെ പണ്ട് പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ ഇരുന്ന് കുത്തിയിരുന്ന് ഇങ്ങനെ നോക്കി പഠിച്ച് എടുക്കാറില്ലേ? എന്നിട്ട് ഇൻഡെക്സ് നോക്കിയല്ലേ ആ പേജിൽ പോയി എടുക്കുന്നത്. അപ്പം ഇൻഡെക്സ് നോക്കി നമ്മൾ ഒരു പേജിന് ഇൻഡെക്സ് നോക്കി, ആ ഇൻഡെക്സ് നോക്കിയിട്ട് ആ പേജ് നമ്പർ ഇപ്പൊ 90 ആണെങ്കിൽ 90ലോട്ട് നമ്മൾ മറിച്ച് പോയി നോക്കി 90 എടുക്കും അല്ലെ? അപ്പൊ ഒരു ഡേറ്റ നമ്മളപ്പോ എനിക്ക് 90 പേജ് എടുക്കുന്ന ഇന്ന ഹെഡിങ്ങിനെ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഇൻഡെക്സ് നോക്കി. ആ ഒരു കാര്യമാണ് മെറ്റാ ഡേറ്റ എന്ന് പറയുന്നത്. ഡേറ്റ അബൌട്ട് ഡേറ്റ, അതായത് ഒരു ഡേറ്റയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേറെ ഡേറ്റ യൂസ് ചെയ്യും. അതാണ് മെറ്റാ ഡേറ്റ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അവിടെ പറയുന്നില്ല. ഇനി അടുത്ത പോർഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഡേറ്റ വെയർഹൗസിംഗ് ആപ്ലിക്കേഷൻസ് ആണ് പിന്നെ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഡേറ്റ ഗ്രാനുലാരിറ്റിയും ഡേറ്റയും ഒക്കെ ഡേറ്റ വെയർഹൗസിന്റെ കൂടെ ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതി വെക്കാം. ഡേറ്റ വെയർഹൗസിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം. എവിടെയൊക്കെ? ന്യൂമറസ് ആപ്ലിക്കേഷൻസ് സച്ച് ആസ് ഇ-കൊമേഴ്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ട്, മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റീറ്റെയിൽ അല്ലെ? ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് നോട്ട്സ് പറഞ്ഞിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഷുറൻസ്. ഇൻവെസ്റ്റ്മെന്റും ഇൻഷുറൻസും, നിക്ഷേപത്തിനെ കുറിച്ച് അല്ലെ? It is used to analyze the customer market trends and other patterns of data. Data warehousing is used to analyze the customer market trends and other patterns of data. The two subsectors where data warehousing plays an important role and forex and stock markets. അതായത് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് പറയുന്നത്, അതായത് ഇപ്പം ഏറ്റവും നല്ല റോൾ എന്ന് പറഞ്ഞാൽ ഫോറക്സ് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ്. ഫോറക്സ് ട്രേഡിങ്ങും സ്റ്റോക്ക് ട്രേഡിങ്ങും ഒക്കെ എന്തായിരിക്കും? ഓഹരി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്, കമ്പനികളുടെ ഓഹരി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ അപ്പം നമുക്ക് നിക്ഷേപവും ഇൻഷുറൻസും കിട്ടാറില്ലേ? അതാണ് സ്റ്റോക്ക് ട്രേഡിങ്. ഇനി ഫോറക്സ് ആണെങ്കിൽ ഫോറക്സ് ട്രേഡ് എന്ന് പറഞ്ഞാൽ കറൻസികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന മാർക്കറ്റിംഗ് ആണല്ലോ, കറൻസികൾ. അപ്പൊ അവിടെ നിന്നൊക്കെ അതായത് ഇതൊരു ഡേറ്റ വെയർഹൗസിലല്ലേ, എല്ലാം ഇങ്ങനെ ഡിജിറ്റൽ ഡേറ്റ എല്ലാം ഡേറ്റ വെയർഹൗസിലാണല്ലോ. അപ്പം ഫോറക്സ് ട്രെൻഡിങ്ങോ സ്റ്റോക്ക് മാർക്കറ്റിങ്ങും ഒക്കെ വെച്ച് നമുക്ക് നമ്മുടെ നിക്ഷേപവും ഇൻഷുറൻസും ഒക്കെ നോക്കാൻ പറ്റും, അല്ലാതെ കൂട്ടാൻ പറ്റും. അതിന്റെ ആപ്ലിക്കേഷൻസ് പറയുന്നത്. പിന്നെ ഹെൽത്ത് കെയർ നമുക്കറിയാം, ഈസ് യൂസ്ഡ് ടു ഫോർകാസ്റ്റ് ഔട്ട്കംസ് ഓഫ് എ ട്രീറ്റ്മെന്റ്, ജനറേറ്റ് ഇൻ സപ്പോർട്ട്സ് ആൻഡ് ഷെയർ ദി ഡേറ്റ വിത്ത് ഡിഫറെന്റ് യൂണിറ്റ്സ് അല്ലെ? ഫോർകാസ്റ്റ് ഔട്ട്കംസ്, ഒരു ട്രീറ്റ്മെന്റ് ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്താൽ ഇന്ന ഫലം എന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് വെക്കുക. അതായത് ഔട്ട്കം എന്താന്നുള്ളത് കാണിച്ചു വെക്കുക, അതിന്റെ ഫലം അല്ലെ? യൂണിറ്റ്സ് അതായത് റിസർച്ച് ലാബ്സ്, മെഡിക്കൽ യൂണിറ്റ്സ്, ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്. അപ്പൊ ഡേറ്റ വെയർഹൗസിന്റെ ആപ്ലിക്കേഷൻസ് അതൊക്കെ എന്ന് പറയുന്നത്. അതായത് ഹെൽത്ത് കെയർ. പിന്നെ റീറ്റെയിൽ ചില്ലറ വ്യാപാരം അല്ലെ? അതായത് ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റിംഗ്, എക്സാമിൻ പ്രൈസസ്, പോളിസീസ്, കീപ്പിംഗ് ട്രാക്ക് ഓഫ് പ്രൊമോഷൻ. അതായത് ഇപ്പൊ വിതരണവും മാർക്കറ്റിങ്ങും അല്ലെ വില നിർണ്ണയിക്കുന്നതും ഒക്കെ ഒരു ഡേറ്റ വെയർഹൗസിന്റെ ആപ്ലിക്കേഷൻസിന്റെ ഫോമിലാണ് റീറ്റെയിൽ പറയുന്നത്. അതായത് ഇതെല്ലാം ഡേറ്റ വെയർഹൗസ് സോൾവ് ചെയ്ത് പോകും. ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റിംഗ്, എക്സാമിൻ ഇതെല്ലാം.
അതായത് അതിനനുസരിച്ചുള്ള യൂസർ ഫേസും യൂസർ ഇന്റർഫേസും ഒക്കെ കൊടുത്തു കഴിയുമ്പോഴാണ് ഇതെല്ലാം വിറ്റഴിഞ്ഞ അല്ലെങ്കിൽ വിതരണം ചെയ്ത് പോകുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ ഏറ്റവും വലിയൊരു ആപ്ലിക്കേഷനാണ് ഡേറ്റ വെയർഹൗസിന്റെ. അതായത് ഫേസ്ബുക്ക്, ട്വിറ്റർ, ലിങ്ക്ഡ്ഇൻ ഇസ് ബേസ്ഡ് ഓൺ എ ലാർജ് ഡേറ്റ സെറ്റ് അനലൈസിസ്. അതെല്ലാം അതായത് ഏതാ ഫേസ്ബുക്കും എല്ലാവർക്കും അറിയാവുന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ, അതെ ഇതിനകത്തെല്ലാം ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയല്ലേ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. ട്വിറ്റർ ഇവയെല്ലാം എന്തായിരിക്കും ഡേറ്റാ സെറ്റ് വിശകലനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളത്. നമ്മുടെ ഇപ്പൊ എനിക്കറിയാം, നമുക്കിപ്പോ FB-യിൽ അക്കൗണ്ട് ഉണ്ട്, ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഉണ്ട്, ട്വിറ്ററിലുണ്ട്, ലിങ്ക്ഡ്ഇൻ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മളുടെ ഡേറ്റയാണ് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതൊരു ഡേറ്റ വെയർഹൗസിന്റെ ആപ്ലിക്കേഷൻ ആണ്. അതായത് ഈ ഫേസ്ബുക്കോ ഇൻസ്റ്റയോ ഒക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ ഡേറ്റ വെയർഹൗസ് അവിടെ വേണം. അതവിടെ മെയിൻ പറയുന്നത്, ഡേറ്റ വെയർഹൗസ് വേണം. പിന്നെ ബാങ്കിങ്, മോസ്റ്റ് ബാങ്ക്സ് ആർ നൗ യൂസിങ് വെയർഹൗസസ് ടു സീ അക്കൗണ്ട് കാർഡ് ഹോൾഡർ സ്പെൻഡിങ് പാറ്റേൺസ്. They use this to make special offers, deals and available. ഇത് ബാങ്കിലെ ഡേറ്റ വെയർഹൗസിന്റെ ഏറ്റവും ബാങ്കിങ് മേഖലകളിൽ എല്ലാ ബാങ്കുകളിലും തന്നെ ഡേറ്റ വെയർഹൗസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ക്ലൗഡ് ഫോമിലാണെന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടെ വരുന്നുണ്ട്. ക്ലൗഡിലാണ് ഇപ്പൊ ഡേറ്റകളെല്ലാം സ്റ്റോർ ചെയ്ത് പോകുന്നത്. ക്ലൗഡിലാണെങ്കിലും ഇത് ഡേറ്റ വെയർഹൗസ്, ഡേറ്റ ബേസ് എന്നുള്ള കൺസെപ്റ്റിലോട്ട് തന്നെ ആണ് പോകുന്നത്. പിന്നെ ഗവൺമെന്റിലാണെങ്കിൽ ഡേറ്റ വെയർഹൗസിന് ആപ്ലിക്കേഷൻ എന്തിനാന്ന് ചോദിച്ചാൽ, ഇപ്പം അഡീഷൻ ടു സ്റ്റോർ ആൻഡ് അനലൈസ് ടാക്സസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ടാക്സ് തെഫ്റ്റ്, ഗവൺമെന്റ് യൂസസ് ദി ഡേറ്റ വെയർഹൗസ്. അതായത് ഇപ്പൊ നികുതി ബാധ്യത കുറയ്ക്കാൻ നോക്കുക അല്ലെ. അതായത് നികുതി ഇപ്പൊ അടയ്ക്കാത്തവർ, ടാക്സ് ഒക്കെ അടയ്ക്കാത്തവരില്ലേ, അതിനൊക്കെ നമുക്ക് ഈ ഡേറ്റ വെയർഹൗസ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം. നമ്മളിപ്പോ ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം നമുക്കൊന്ന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ അക്ഷയ സെന്ററിലോ ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് എന്താണ്, ഒന്നെങ്കിൽ നമ്മൾ വീടിന്റെ ടാക്സ് അടയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് സ്ഥലമുണ്ട് സ്ഥലത്തിന്റെ കരം അടയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ പ്രോസസ്സിംഗ് തൊട്ട് അവസ്ഥ തൊട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഇപ്പൊ ലോണിനൊക്കെ, ഹൗസിംഗ് ലോണിനൊക്കെ നമ്മൾ പോവാണെങ്കിൽ ഫസ്റ്റ് തൊട്ട് അതല്ലേ തുടങ്ങുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ അവിടെ ചെല്ലുന്നുണ്ട്. അപ്പൊ അത് ഡേറ്റ വെയർഹൗസിന് ഒരു വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ ഒരു തവണ കാര്യം അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത തവണ ചെല്ലുമ്പോൾ എന്താണ് നമ്മുടെ അതിനനുസരിച്ചുള്ള നമ്പറിങ് മാത്രം മതി. ആദ്യം കൊടുത്ത ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് വേണ്ട. ആദ്യം അതായത് കഴിഞ്ഞ വർഷം അടച്ചു, പിന്നെ ഈ വർഷം ചെല്ലുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തോ നമ്പറിങ് കൊടുത്താൽ നമ്മുടെ തന്നെ നമ്മൾ ഇത്ര എമൗണ്ട് അടച്ചാൽ മാത്രം മതി അല്ലേ. അപ്പൊ അതിനെയൊക്കെ നമുക്ക് നികുതി ബാധ്യത കുറയ്ക്കാൻ ഒക്കെ ഒത്തിരി ഡേറ്റ വെയർഹൗസിന്റെ ആപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്. പിന്നെ എയർലൈൻ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എയർലൈൻ ഫോർ ഓപ്പറേഷൻ പർപ്പസസ്, ക്രൂ അസൈൻമെന്റ്സ്, റോഡ് പ്രോഫിറ്റബിലിറ്റി അനലൈസിസ്, ഫ്ലൈറ്റ് ഫ്രീക്വൻസി പ്രോഗ്രാം, പ്രൊമോഷൻ. അതായത് ഇപ്പൊ റോഡിന്റെ ഒക്കെയാണ് ലാഭം, പ്രോഫിറ്റബിലിറ്റി ആണല്ലോ വിശകലനം ചെയ്യാൻ ഒക്കെ ഏതാണ് അല്ലെ എയർലൈൻസ് അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യാൻ ഡേറ്റ വെയർഹൗസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പബ്ലിക് സെക്ടറിൽ ഇറ്റ് ഈസ് ഇൻഫോർമേഷൻ ഇസ് കളക്ട് ഇൻ ദി പബ്ലിക് സെക്ടേഴ്സ് ഡേറ്റ വെയർഹൗസ്. പൊതുമേഖലയിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് ഡേറ്റ വെയർഹൗസിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഗവൺമെന്റ് ഏജൻസീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് മാനേജ് ദ ഡേറ്റ റെക്കോർഡ്സ്. അപ്പം അതിന്റെ ഒരു ഡേറ്റ വെയർഹൗസിന്റെ ആപ്ലിക്കേഷൻസ് ഹെൽത്ത് കെയറിലുണ്ട്, അതുപോലെ ഗവൺമെന്റ് സെക്ടറിലുണ്ട്, പബ്ലിക് സെക്ടറിലുണ്ട്, റീറ്റെയിൽ ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ള നെക്സ്റ്റ് പോയിന്റ്സുകൾ മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ടുഡേ ലാസ്റ്റ് യൂണിറ്റ് 1ന്റെ ലാസ്റ്റ് ഹെഡിങ്സ് വരുന്ന ടൈപ്സ് ഓഫ് ഡേറ്റ വെയർഹൗസസ്. ടൈപ്സ് ഓഫ് ഡേറ്റ വെയർഹൗസസ് ഏതൊക്കെ ടൈപ്സുകളുണ്ട്? അത് എന്റർപ്രൈസ് ഉണ്ട്, ഓപ്പറേഷൻ ഉണ്ട്, ഡേറ്റ മാർട്ട് ഉണ്ട്. 3 തരത്തിലുള്ള മോഡലുകളിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്റർപ്രൈസ്, ഓപ്പറേഷണൽ, ഡേറ്റ മാർട്ട്. അതൊന്ന് നോക്കി വെച്ചോണേ. ഡേറ്റ വെയർഹൗസിന്റെ ടൈപ്പുകൾ അല്ലെ ഡേറ്റ വെയർഹൗസ് മോഡൽസുകൾ ഒന്ന് പറഞ്ഞ. എന്റർപ്രൈസ് എന്ന് പറഞ്ഞാല് സെൻട്രൽ റെപ്പോസിറ്ററി database, it is central place where all business information from different sources and applications are made available. Once it is stored, it can be used for analysis and used by the people across the organization. എന്ന് പറഞ്ഞാൽ എന്റർപ്രൈസ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതൊരു തവണത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജൂൺ 2023 ഒരു ക്വസ്റ്റ്യൻ ആണ്, ടൈപ്സ് ഓഫ് ഡേറ്റ വെയർഹൗസസ്. അതായത് എന്റർപ്രൈസ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓപ്പറേഷണൽ ഡേറ്റ ആയിരിക്കും. അതായത് ഓപ്പറേഷണൽ ഡേറ്റ എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പം കസ്റ്റമർ ഓർഡർ, അക്കൗണ്ടിങ് ആൻഡ് ബില്ലിംഗ് സിസ്റ്റം, ട്രാൻസാക്ഷൻ റെക്കോർഡ്സ്, ഇതൊക്കെ വരുന്നില്ല. അതാണ് ഓപ്പറേഷണൽ ഡേറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് എന്റർപ്രൈസ് ഡേറ്റ എന്ന് പറയുന്നത്. എന്റർപ്രൈസ് ഡേറ്റ നോട്ട് ചെയ്ത് വെച്ചു. ഇറ്റ്സ് എൻ ഓപ്പറേഷണൽ ഡേറ്റ. അതായത് ഓപ്പറേഷൻ ഡേറ്റ എന്താന്ന് ചോദിച്ചാല് ബിസിനസിനെ സംബന്ധിച്ചുള്ള അതായത് ബിസിനസ് ഇൻഫോർമേഷൻസ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആർ മെയ്ഡ് അവൈലബിൾ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതായത് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും ഓപ്പറേഷൻ ഡേറ്റ എന്ന് വെച്ചാൽ കസ്റ്റമർ ഓർഡർ അല്ലെ അക്കൗണ്ടിങ്, ബില്ലിംഗ്, ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ റെക്കോർഡ്സുകളൊക്കെ എന്താണ് എന്റർപ്രൈസ് ഡേറ്റ വെയർഹൗസിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ച്.
ഇനി ഓപ്പറേഷണൽ ഡാറ്റ വെയർഹൗസ് ഉണ്ട്. These features have a sizable enterprise-wide scope, but unlike substantial enterprise warehouse, data is refreshed in near real time and used for routine commercial activity. എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടേം റേഞ്ച് സൊല്യൂഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡേറ്റ ആയിരിക്കും ഓപ്പറേഷണൽ ഡാറ്റ വെയർഹൗസ് എന്ന് പറയുന്നത്. അതായത് മോസ്റ്റ് റീസെന്റ് ഡാറ്റ റിസീവ്ഡ് ഫ്രം ബിസിനസ് സിസ്റ്റംസ് ദാറ്റ് ഫീഡ് ഓൺ ഇറ്റ്. നമ്മൾ പല ബിസിനസ്സുകളിൽ നിന്ന് വരുന്ന ഡേറ്റകളില്ലേ, ആ ഡേറ്റകളെ ഫീഡ് ചെയ്ത് വെക്കുന്ന എന്തായിരിക്കും ഒരു ഷോർട്ട് ടൈം സ്റ്റോറേജ് സൊല്യൂഷൻ ആണ് ഓപ്പറേഷണൽ ഡാറ്റ വെയർഹൗസ്. എന്റർപ്രൈസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അവരുടെ ഓപ്പറേഷണൽ ഡേറ്റ ആയിരിക്കും, കസ്റ്റമർ ഓർഡറുകൾ, അക്കൗണ്ടിങ് ഒക്കെ വരാം. ഇനി ലാസ്റ്റ് വന്നത് ഡാറ്റ മാർട്ട്. ഡാറ്റ മാർട്ട് ഇസ് എ സബ്സെറ്റ് ഓഫ് നോളജ് ഓഫ് ഡാറ്റ വെയർഹൗസ് തന്നെയല്ലേ. അതായത് ഇറ്റ് സപ്പോർട്ട്സ് എ സ്പെസിഫിക് റീജിയൻ ബിസിനസ്, ഒരു സ്പെസിഫിക് റീജിയനിൽ ഒരു സ്പെസിഫിക് ബിസിനസ് യൂണിറ്റിലെ ബിസിനസ് ഫംഗ്ഷനെ ഒക്കെ നോളജ് ചെയ്ത് വെക്കുന്നതാണ് ഡാറ്റ മാർട്ട്. ഡാറ്റ വെയർഹൗസിലോട്ട് മൊത്തം വന്നിട്ട് ഡാറ്റ മാർട്ടിൽ നമ്മൾ ആക്സസ് ചെയ്തെടുക്കും. ഒരു വലിയ ഡാറ്റ വെയർഹൗസിലോട്ട് വന്നിട്ട് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ബാങ്ക് ആണെങ്കിൽ ബാങ്കിന്റെ വലിയ ഡാറ്റ വെയർഹൗസ് ആയിരിക്കും. അപ്പം അക്കൗണ്ട് തന്നെ ഒരു സെക്ഷൻ കാണും, ലോണ് കാണും, ലോൺ തന്നെ നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ കാണും, കർഷകരുടെ കാണും, പിന്നെ വീടിന്റെ കാണും, അങ്ങനെ പലത് കാണും. അപ്പം അതായത് ഡാറ്റ മാർട്ട്, ഓരോന്നും ഓരോരോ ഡാറ്റ മാർട്ടുകൾ വെക്കുക. ഡാറ്റ വെയർഹൗസ് ആണ്, ബാങ്ക് മൊത്തം ഡാറ്റ വെയർഹൗസ് നിൽക്കുന്നു. എന്നിട്ട് ഡാറ്റ മാർട്ടുകൾ പലത് കാണും. ഒരെണ്ണം ലോൺ സെക്ഷൻ ആയിരിക്കാം, ഒരെണ്ണം എഡ്യൂക്കേഷൻ ലോണിന്റെ ആയിരിക്കാം, അല്ലെ ഒരെണ്ണം അക്കൗണ്ട് തന്നെ ആയിരിക്കാം, അങ്ങനെ ഫിക്സഡ് അക്കൗണ്ട് തന്നെ ആയിരിക്കും, അങ്ങനെ പല തരത്തിലുണ്ടല്ലോ. അങ്ങനെ വരുന്ന നമ്മൾ ഡാറ്റ മാർട്ട് എന്ന് പറയുന്ന ഡാറ്റ വെയർഹൗസ്. മാർക്കറ്റിംഗ് ടീം may use data mart to analyze consumer behaviors. കൺസ്യൂമറിന്റെ ആവശ്യാനുസരണം എന്നിട്ട് ഡാറ്റ ആക്സസ് ചെയ്തെടുക്കുക. അതാണ് ഡാറ്റ മാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് രണ്ടും. പിന്നെ എനിക്ക് ഡാറ്റ മാർട്ട് അപ്പൻ ക്ലാസ്സസ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ടൈപ്സ് ഓഫ് ഡാറ്റ വെയർഹൗസും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ജൂൺ 2023 ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു എത്ര മാർക്കിനാന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. അപ്പൊ എന്റർപ്രൈസ് ഡാറ്റ, ഓപ്പറേഷണൽ ഡാറ്റ വെയർഹൗസ്, ഡാറ്റ മാർട്ട്. പിന്നെ ലാസ്റ്റ് നമ്മുടെ യൂണിറ്റ് 1 ലാസ്റ്റ് പോയിന്റ് പറയുന്നത് പോപ്പുലർ ഡാറ്റ വെയർസ് ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്. അതായത് പോപ്പുലർ ഡാറ്റ വെയർഹൗസ് പ്ലാറ്റ്ഫോംസ്, അതായത് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണെന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഗൂഗിൾ BigQuery, AWS Redshift, Snowflake, മൈക്രോസോഫ്റ്റ് Azure Synapse. ഇതൊക്കെ നിങ്ങൾ ചിലർ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ചിലർ ഇത് കേട്ടിട്ടേലും ഉണ്ടായിരിക്കും ഇല്ലേ. ഇതൊക്കെയാണ് നമ്മൾ ഫെമിലിയർ ആയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോംസുകൾ. അതിനെക്കുറിച്ച് ചെറിയ നോളജ് ഉള്ളത് നല്ലതാണ്. BigQuery, ഗൂഗിളിന്റെ BigQuery ഉണ്ട്. ഇറ്റ്സ് എ കോസ്റ്റ് എഫക്റ്റീവ് ഡാറ്റ വെയർഹൗസ് ടൂൾ വിത്തിൻ ബിൽറ്റ് ഇൻ മെഷീൻ ലേണിംഗ് കേപ്പബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ആണ് ഗൂഗിൾ BigQuery. We can integrate with Cloud ML and TensorFlow to create powerful AI models. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽസ്, ക്ലൗഡ്, മെഷീൻ ലേണിംഗ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള കൺസെപ്റ്റുകളൊക്കെ നമുക്ക് ഈ ഒരു ഇതില് ഇത് യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ AI മോഡൽസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗൂഗിൾ BigQuery യൂസ് ചെയ്തുകൊണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഇന്നത്തെ ഒരു നുഴഞ്ഞുകയറ്റം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അല്ലെ. നമ്മളിപ്പം വാട്സപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ വാട്സപ്പിന്റെ AI ഏതാ? മെറ്റ AI അല്ലേ. ഗൂഗിളിന്റെ ആണെങ്കിൽ ജെമിനി അല്ലേ, ജെമിനി AI യൂസ് ചെയ്തുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അതായത് അതിനകത്തുള്ള ഓരോരോ സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. ഇറ്റ് ക്യാൻ ഓൾസോ എക്സിക്യൂട്ട് queries on petabytes of data for real time analytics. അപ്പൊ ഓർത്ത് നോക്കണം, ഒന്ന് റിയൽ ടൈം ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയാം അല്ലെ, നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുക റിയൽ ടൈമില് പെറ്റാബൈറ്റ് ഓഫ് ഡേറ്റ queries അത് എക്സിക്യൂട്ട് ചെയ്യും ഗൂഗിൾ BigQuery, ആ ഒരു സോഫ്റ്റ്വെയർ. അതായത് പെറ്റാബൈറ്റ് എന്ന് പറയാൻ നമുക്കറിയാം ബിറ്റ് കൺസെപ്റ്റ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങി. കമ്പ്യൂട്ടർ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ബിറ്റ് ആണ്, പിന്നെ ബൈറ്റായി ഒരു ബിറ്റ് 8 ബിറ്റ് എന്ന് പറയുന്നതാണ് ഒരു ബൈറ്റ്. പിന്നെ കിലോബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, കഴിഞ്ഞ പെറ്റാബൈറ്റ് അല്ലെ. പെറ്റാബൈറ്റ് എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറിന്റെ ഒരു മെഷർമെന്റ്. അതായത് 1000 ടെറാബൈറ്റുകൾ കൂടുന്നാന്ന് തോന്നുന്നു. 1000 ടെറാബൈറ്റുകൾ കൂടിയ ആണ് ഒരു പെറ്റാബൈറ്റ്. അപ്പം ഒരു queries ഒരേ സമയം റിയൽ ടൈമില് അത്രയും പെറ്റാബൈറ്റുകൾ ഓഫ് ഡേറ്റ queries ആക്സസ് ചെയ്യാൻ പറ്റും ഗൂഗിൾ. അതായത് അത്രയും യൂസേഴ്സ് കയറിയാലും അതിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കും ഗൂഗിൾ BigQuery എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം, ഡാറ്റ വെയർഹൗസിന്റെ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം. ഓക്കെ. പിന്നെ AWS Redshift ആണ് അടുത്ത ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് പറയുന്നത്. Redshift എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും.
അതായത് റെഡ്ഷിഫ്റ്റ് എല്ലാവരും, അതായത് ആമസോൺ AWS, ആമസോൺ വെബ് സർവീസ് അല്ലേ, ആമസോൺ റെഡ്ഷിഫ്റ്റ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട്. റെഡ്ഷിഫ്റ്റ് എന്നത് ആമസോൺ വെബ് സർവീസുകളുടെ പാർട്ടായ ഒരു ഡാറ്റ വെയർഹൗസ്. ആമസോണിന്റെ തന്നെ വെബ് സർവീസുകൾ ഉണ്ടല്ലോ, അതിന്റെ പാർട്ടായ ഒരു വെയർഹൗസിന്റെ ഒരു ഡാറ്റ വെയർഹൗസ് ആണ് റെഡ്ഷിഫ്റ്റ്. റെഡ്ഷിഫ്റ്റ് ഈസ് എ ക്ലൗഡ് ബേസ്ഡ് ഡാറ്റ വെയർഹൗസിംഗ് ടൂൾ ഫോർ എന്റർപ്രൈസസ്. സംരംഭകർക്ക് അല്ലെ എന്റർപ്രൈസസുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ക്ലൗഡ് ബേസ്ഡ് ഡാറ്റ വെയർഹൗസിംഗ് ആണ് റെഡ്ഷിഫ്റ്റ്. ക്ലൗഡ് ബേസ്ഡ്. The platform can process petabytes of data quite fast, suitable for high speed data. അതായത് ഭയങ്കര സ്പീഡിലായിരിക്കും, അതും പെറ്റാബൈറ്റ് വർക്ക് ചെയ്യും. അതുപോലെ ഹൈ സ്പീഡ് അനലിറ്റിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് ക്ലൗഡ് ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ടൂൾ ആണെന്ന് ഓർക്കുക. ക്ലൗഡ് ബേസ് എന്ന് പറയാൻ, ക്ലൗഡ് എന്ന് നമുക്ക് പറയാം അല്ലെ, ഗൂഗിൾ ഡ്രൈവ് ഒരു ക്ലൗഡ് അല്ലേ, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഏത് ഡാറ്റ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ, ഏത് ഡിവൈസിൽ വേണം. ഇപ്പൊ എനിക്ക് കമ്പ്യൂട്ടർ തന്നെ വേണമെന്നില്ല, ഫോണിൽ എടുക്കാം, ലാപ്പിൽ എടുക്കാം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞത് സ്നോഫ്ലേക്ക്. സ്നോഫ്ലേക്ക് ഇസ് എ ഡാറ്റ വെയർഹൗസിംഗ് സൊല്യൂഷൻ ടൂൾ ഫോർ വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ഫോർ പബ്ലിക് ക്ലൗഡ് ടെക്നോളജി. അവിടെ ഒരു ക്ലൗഡ് ടെക്നോളജിയാണ് സ്നോഫ്ലേക്ക് പറയുന്നത്. Snowflake can analyze data from various unstructured or structured sources. However, Snowflake depends on Azure, Amazon Web Service, Google Cloud Service ഒക്കെയാണ് സ്നോഫ്ലേക്കും. ഡിഫറെന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണെന്നുള്ള പേരുകൾ നോട്ട് ചെയ്ത് വെക്കും. പിന്നെ മൈക്രോസോഫ്റ്റ് അഷ്യൂർ സിനോപ്സിസ്, അതുകൊണ്ട് മിക്കവാറും എല്ലാവരും ചെയ്യുന്നതായിരിക്കും. അഷ്യൂർ is a robust platform for data management, analytics, integration and more with the solution spanning. അതായത് ഏറ്റവും ഡാറ്റ മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലൊരു ടൂളാണ് മൈക്രോസോഫ്റ്റിന്റെ അഷ്യൂർ. അതുപോലെ അനലൈസ് ചെയ്യാനും ഇന്റഗ്രേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. എമംഗ് ദം ഈസ് അഷ്യൂർ സിനാപ്സ്, ഫോർമലി നോൺ ആസ് അഷ്യൂർ SQL ഡാറ്റ വെയർഹൗസ്, എ പ്ലാറ്റ്ഫോം ബിൽറ്റ് ടു അനലിറ്റിക്സ്. ഇപ്പോഴാണ് ഈ സിനാപ്സ് എന്ന് പറയുന്നത്, നേരത്തെയാണ് അഷ്യൂർ SQL ഡാറ്റ വെയർഹൗസ് എന്ന് പറയുന്നത്. ജസ്റ്റിന്റെ പേരുകൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതിനകത്തൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതാണ് ഡാറ്റ വെയർഹൗസ് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കവർ ചെയ്തിട്ടുണ്ട്. 9:30 വരെയുള്ള ടൈം. ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനകത്ത് 2 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ OLTP എനിക്കൊന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഏത് വർഷം വന്നെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ഡാറ്റ യൂണിറ്റ് 2 പോകാം. അതായത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഡാറ്റ വെയർഹൗസ് ആർക്കിടെക്ചർ എന്തായിരിക്കും ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാല്? It's a method of defining the overall architecture of data, communication, processing, and presentation that exists for inclined enterprises. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബിസിനസ് എന്റർപ്രൈസ് ഒക്കെ വേണ്ടിയിട്ട് ഒരു ഡാറ്റ വെയർഹൗസ് ചെയ്യാൻ പോവാ. ഞാനിപ്പോ ഒരു ബിസിനസ് തുടങ്ങാൻ പോവാണ്. അപ്പൊ അതിന് എനിക്കൊരു ഡാറ്റ വെയർഹൗസ് വേണം. അപ്പൊ ഞാൻ ആ ഡാറ്റ വെയർഹൗസ് ആദ്യമേ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് വേണ്ട ഓപ്പറേഷൻസ് ഒക്കെ നടത്തും. എന്നിട്ട് എനിക്ക് അതിന് ഔട്ട്പുട്ടും കിട്ടണം. അപ്പൊ അതിലെല്ലാം കൂടി ഉള്ള ഒരു ആർക്കിടെക്ചറിനെ കുറിച്ചാണ് ഡാറ്റ വെയർഹൗസ് ആർക്കിടെക്ചർ. അപ്പൊ ഞാൻ അങ്ങനെയല്ലേ നമ്മളിപ്പോ ഒരു പ്ലാൻ വീട് വരയ്ക്കണമെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യും? അതിനൊരു പ്ലാനൊക്കെ വരയ്ക്കുന്നില്ലേ, ഞാൻ അതിന് ഡിസൈൻ ചെയ്യുന്നില്ലേ? അതിനെ കുറിച്ചാണ് ഇവിടെ ജസ്റ്റ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർക്കിടെക്ചർ. അതായത് ആർക്കിടെക്ചർ ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, അതായത് ഡേറ്റ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം, അതാണ് ആർക്കിടെക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Types of data warehouse architecture. Data warehouse architecture defines the arrangement of data in different databases. Underline ചെയ്ത പോയിന്റ്, arrangement of data in different databases. ഓരോ ഡേറ്റാബേസിലും നമ്മൾ എങ്ങനെയാണ് ഡേറ്റയെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതെന്നാണ് ടൈപ്സ് അതിന്റെ ആർക്കിടെക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തരത്തിൽ 3 എണ്ണമാണ് പറയുന്നത്. സിംഗിൾ ടയർ ഉണ്ട്, 2 ടയർ ഉണ്ട്, 3 ടയർ ഉണ്ട്. സിംഗിൾ ടയർ, 2 ടയർ, 3 ടയർ. അതിനകത്ത് ഫെമിലിയർ ആയിട്ട് യൂസ് ചെയ്യുന്ന 3 ടയർ ആർക്കിടെക്ചർ ആണ്. പക്ഷെ 1 സിംഗിൾ ടയറും 2 ടയറും എന്താന്ന് പറഞ്ഞിട്ട് നമുക്ക് 3 ടയറിലോട്ട് പോവാം. അപ്പൊ സിംഗിൾ ടയർ എന്ന് പറഞ്ഞാല് ഫിഗറിലോട്ട് നോക്കിക്കോണം. ഇറ്റ് ഈസ് നോട്ട് ഫ്രീക്വന്റ്ലി പ്രാക്ടീസ്ഡ് അപ്രോച്ചസ്. അങ്ങ് യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ചസ് അല്ല. ദി മെയിൻ ഗോൾ ഈസ് the architecture is to remove redundancy by minimizing the amount of data stored. Redundancy കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇറ്റ്സ് പ്രൈമറി ഡിസഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ കമ്പോണന്റ് ദാറ്റ് സെപ്പറേറ്റ്സ് അനലിറ്റിക്കൽ ആൻഡ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്. അതിന്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു അനലിറ്റിക്കൽ പ്രോസസ്സിങ്ങും ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് ഇതിനകത്ത് ഇല്ല. അതുകൊണ്ട് സിംഗിൾ ടയർ ഡാറ്റാ സ്ട്രക്ചർ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ആർക്കിടെക്ചർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതായത് ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ റിഡൻഡൻസി കുറയ്ക്കുക. റിഡൻഡൻസി മീൻസ് റെപ്പറ്റീഷൻ ഓഫ് സെയിം ഡേറ്റ.
ഇൻ മൾട്ടിപ്പിൾ പ്ലേസസ് വിതിൻ എ ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസിനെ പലയിടത്ത് പല പ്ലേസസുകൾ ഒരേ ഡേറ്റ വരാം, അല്ലെ, റിഡൻഡന്റ് ആയി പോകാം. അതിനെ ഒന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ സിംഗിൾ ടയറിന്റെ ആർക്കിടെക്ചറോട് ഉദ്ദേശം. പക്ഷെ ഇത് അങ്ങനെ യൂസ് ചെയ്യാനും പറ്റുന്നില്ല. പിന്നെ ഇതിനകത്ത് അനലൈസ് ചെയ്യാനോ ട്രാൻസാക്ഷൻ ഡേറ്റ പ്രോസസ് ചെയ്യാനോ പ്രത്യേകിച്ച് കമ്പോണന്റുകൾ ഇല്ല. അതായത് എനിക്കിപ്പോ ഒരു കസ്റ്റമർ ഉണ്ട്, ആ കസ്റ്റമറിന്റെ ഇൻഫോർമേഷൻ ഞാൻ ആ ഡേറ്റാബേസ് രണ്ടിടത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ സംഭവിച്ചില്ലേ? അതാണ് റിഡൻഡൻസി. അത് അവോയ്ഡ് ചെയ്യാനാണ് ഈ സിംഗിൾ ടയർ നോക്കുന്നത്. ഈ 2 ടയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. 2 ടയർ ഇൻക്ലൂഡ്സ് എ സ്റ്റേജിങ് ഏരിയ ഫോർ ഓൾ ഡാറ്റ സോഴ്സസ്. അതായത് എല്ലാ ഡാറ്റ സോഴ്സസിനും ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജിങ് ഏരിയ ആയിട്ട് നിൽക്കും. By adding staging area between the source and storage repository, we ensure all data loaded into the data warehouse is cleansed and the appropriate format. അതായത് നമ്മള് ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഏരിയ ആയിട്ട് നിൽക്കുന്ന 2 ടയർ, അത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ക്ലയന്റ് ആൻഡ് ഒരു ക്ലയന്റ് സെർവർ ഇന്ററാക്ഷൻ ആർക്കിടെക്ചറാണ് 2 ടയർ. ക്ലയന്റ് സെർവർ ക്ലയന്റ് സെർവർ ഇന്ററാക്ഷൻ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഓൾസോ നോൺ ആസ് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. അതായത് അലോസ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ക്ലയന്റ് ആൻഡ് ഡാറ്റാബേസ്, സോ ഇറ്റ് ലെസ് സെക്യൂർ. അതായത് ക്ലയന്റും ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇത് സെക്യൂർ ആയിരിക്കത്തില്ല. അതായത് പല സ്റ്റേജുകൾ വരും, അപ്പൊ ഇതിന് സെക്യൂരിറ്റി കാണത്തില്ല. അതുകൊണ്ടാണ് 2 ടയറും അങ്ങനെ യൂസ് ചെയ്യുന്നില്ലെന്ന് പറയുന്നത്. പിന്നെയുള്ളത് 3 ടയർ ആണ്. 3 ടയർ ആണ് ഫെമിലിയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആർക്കിടെക്ചർ ഫോർ ഡാറ്റ വെയർഹൗസ് സിസ്റ്റം. ഡാറ്റ വെയർഹൗസുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ ആണ് 3 ടയർ ഡാറ്റ വെയർഹൗസ് ആർക്കിടെക്ചർ. 3 ടയർ എസെൻഷ്യലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ടയേഴ്സ്. അതായത് 3 സ്റ്റെപ്സുകളാണ് അതിനകത്ത്. ബോട്ടം ടയർ, മിഡിൽ ടയർ ആൻഡ് ടോപ്പ് ടയർ. ബോട്ടം, മിഡില്, ടോപ്പ്. ഇനി ബോട്ടം എന്ന് പറഞ്ഞാൽ, അതായത് ഇതെന്ന് പറഞ്ഞ ഒരു ഈ ഒരു 3 ടയർ എന്ന് പറയുമ്പോഴത്തേനും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അവോയ്ഡ് ചെയ്യുക. അതായത് ക്ലയന്റും ഡാറ്റാബേസും തമ്മിലുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അവോയ്ഡ് ചെയ്യാനാണ് 3 ടയർ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ, പക്ഷെ 2 ടയർ എന്ന് പറഞ്ഞാൽ അവ തമ്മിലല്ലേ കമ്മ്യൂണിക്കേഷൻ, അപ്പൊ അവിടെ സെക്യൂരിറ്റി ഇല്ലെന്നല്ലേ പറഞ്ഞത്. ഇത് അവയെ തന്നെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രിവെന്റ്സ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ക്ലയന്റ് ആൻഡ് ഡാറ്റാബേസ്. ഇറ്റ് ഈസ് മോർ സെക്യൂർ എന്നും പറയുന്നുണ്ട്. അതായത് ബോട്ടം ടയർ പറയുന്നത്, ഈ ബോട്ടം ടയർ ഇസ് എ ഡാറ്റാബേസ് ഓഫ് ദി data warehouse where the cleansed and transformed data is loaded എന്ന് പറഞ്ഞാല്, ബോട്ടം ടയറിൽ ഇപ്പൊ നമുക്ക് ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് റിലേറ്റഡ് RDBMS ആണല്ലോ, റിലേഷണൽ ഡാറ്റാബേസ് സിസ്റ്റം ആണല്ലോ, അല്ലെ? റിലേഷണൽ ഡാറ്റാബേസ് സിസ്റ്റം ആണ്. ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് RDBMS ആണ്. അപ്പൊ ബാക്ക് ടൂളുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഓപ്പറേഷൻ ഡാറ്റാബേസ് സോഴ്സും നിന്നും ഡാറ്റ എടുക്കുന്നു. ബാക്ക് ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ട് ടൂൾസ്, ബാക്ക് ഫ്രണ്ട് എൻഡ് ഒക്കെ നിങ്ങൾക്ക് നമ്മൾ ഈ DCA കഴിഞ്ഞവർക്ക്, BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്കൊക്കെ ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് എന്താണെന്നൊക്കെ അറിയത്തില്ല, നമ്മൾ പ്രൊജക്ട് ഒക്കെ ചെയ്തിട്ടുള്ളതല്ലേ. അപ്പൊ ആ ബാക്ക് എൻഡ് ടൂളുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റാബേസിൽ നിന്നും എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ സോഴ്സ് നമുക്ക് ഡാറ്റ എടുക്കും. എന്നിട്ട് ETL നടത്തും, എക്സ്ട്രാക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ലോഡിങ് നടത്തും. അതായത് എക്സ്ട്രാക്ഷൻ അങ്ങനെയുള്ള പ്രോസസ്സിംഗ് നടത്തും. എന്നിട്ട് സെർവറിൽ നിന്നും SQL കോഡ് വഴി എക്സിക്യൂട്ട് ചെയ്യുന്നതും ബോട്ടം ടയർ. എന്നിട്ട് അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതിനെ SQL കോഡ് യൂസ് ചെയ്തുകൊണ്ട് പിന്നെ ബോട്ടം ടയറിൽ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് അവിടെ അത്രയും പോയിന്റ്സ് അവിടെ എടുത്ത് പറയുന്നില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. 2 ടയർ എന്താ ബോട്ടം ടയർ എന്താ ചെയ്യുന്നതെന്ന്. അതിനുശേഷം ഗേറ്റ് വേ സപ്പോർട്ട് ചെയ്യും. ഗേറ്റ് വേ എന്ന് പറയുമ്പോൾ OLEDB, ODBC, JDBC ഒക്കെ വരും, അതിനെ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് ബോട്ടം ടയറിൽ ഡാറ്റയെ ബേസ് ആക്സസ് ചെയ്യാൻ ഡാറ്റ മാർട്ടിലോട്ട് യൂസ് ചെയ്യും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ബോട്ടം ടയർ നടക്കുന്നത്. അപ്പൊ ബോട്ടം ടയർ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. വേറെ ദി ക്ലെൻസ്ഡ് ആൻഡ് ട്രാൻസ്ഫോർഡ് ഡാറ്റ ഈസ് ലോഡഡ് എന്നേ പറയുന്നുള്ളൂ. അതായത് ഇത്രയും കൂടെ നോട്ട് ചെയ്ത് വെച്ചോണം സൈഡില്. ബോട്ടം ടയർ എന്ന് പറയുമ്പോൾ ഡാറ്റാബേസ് കളക്ഷൻ, അതായത് ബാക്ക് എൻഡ് ടൂളുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഓപ്പറേഷണൽ ഡാറ്റാബേസിൽ നിന്നും അതർ എക്സ്റ്റേണൽ സോഴ്സിന് ഡാറ്റ ആക്സസ് ചെയ്തിട്ട് ETL പ്രോസസ് നടത്തും. ETL മീൻസ് എക്സ്ട്രാക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ലോഡിങ്. എന്നിട്ട് SQL ക്വറി യൂസ് ചെയ്തുകൊണ്ട് ബോട്ടം ടയറിൽ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഗേറ്റ് വേ സപ്പോർട്ട് ചെയ്യുന്ന ODBC, JDBC, അതുപോലെ OLEDB, ഓപ്പൺ ലിങ്കിങ് ആൻഡ് എംബഡിങ് ഫോർ ഡാറ്റാബേസ്. ODBC എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഡാറ്റാബേസ് കണക്ഷന്, JDBC ജാവ ഡാറ്റാബേസ് കണക്ഷന്.
ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഗേറ്റ് വേ സപ്പോർട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ബോട്ടം ടയറിൽ നിന്നും ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ ഡാറ്റ മാർട്ടിലോട്ട് യൂസ് ചെയ്യും. അങ്ങനെയാണ് ബോട്ടം ടയർ വർക്ക് ചെയ്യുന്നത്. പിന്നെ മിഡിൽ ടയർ എന്ന് പറയുമ്പോൾ ദിസ് ആപ്ലിക്കേഷൻ ലെയർ ഗിവിംഗ് ആൻ അബ്സ്ട്രാക്ട് വ്യൂ ഓഫ് ഡാറ്റാബേസ്. ഡാറ്റാബേസിന്റെ അബ്സ്ട്രാക്ട് വ്യൂ ആണ് നൽകുന്നത്. ഇറ്റ് അറേഞ്ചസ് ഡാറ്റ ടു മേക്ക് ഇറ്റ് മോർ suitable for analysis. This is done by OLAP server implemented using ROLAP or MOLAP. അതായത് മിഡിൽ ടയർ എന്ന് പറയുന്നത് OLAP സെർവർ ആണ്. OLAP ഇവിടെ ഡിഫറെന്റ് ഓപ്പറേഷൻസ് നടക്കും ഈ OLAP സെർവർ. അതായത് ROLAP-ഉം മൾട്ടി ഡയമെൻഷണൽ OLAP-ഉം കാണും. അതായത് റിലേഷണൽ OLAP-ഉം ഉണ്ട്, MOLAP-ഉം ഉണ്ട്. അപ്പൊ അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം റോളപ്പ്, ഡ്രിൽ ഡൗൺ, സ്ലൈസ്, പിവോട്ട് ടേബിൾ എന്നിവയൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഓപ്പറേഷൻ നടക്കുന്നത്. ഇപ്പൊ നമുക്കിപ്പം റോളപ്പ്, ഡ്രിൽ ഡൗൺ ഒന്നും നമ്മൾ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ പിവോട്ട് ടേബിളിലും പഠിച്ചിട്ടില്ല. എക്സൽ പഠിച്ചിട്ടുള്ളവർക്കറിയാം പിവോട്ട് ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് കുറെ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇല്ലേ പിവോട്ട് ടേബിൾ ആണ് തോന്നുന്നു. ഇത് പലയിടത്ത് ഡേറ്റ ചിഹ്നി കിടക്കുന്നു. അവിടെ ഒരു ടേബിൾ ഫോർമാറ്റിൽ പിവോട്ട് ടേബിൾ യൂസ് ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള ഓപ്പറേഷൻസുകൾ ഒക്കെ നടക്കുന്നത് മിഡിൽ ടയറിലായിരിക്കും. അതായത് അവിടെ OLAP സെർവർ ഉണ്ട്. അവിടെ രണ്ട് തരത്തിലുള്ള OLAP സെർവർ ഉണ്ട്, ROLAP-ഉം MOLAP-ഉം. റിലേഷണൽ OLAP-ഉം ഉണ്ട്, അതുപോലെ മൾട്ടി ഡയമെൻഷണൽ OLAP യൂസ് ചെയ്തുകൊണ്ടാണ് മിഡിൽ ടയറിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ടോപ്പ് ടയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെർ ദി യൂസർ ആക്സസ് ആൻഡ് ഇന്ററാക്ട് വിത്ത് ഡാറ്റ. ഇത് റെപ്രസെന്റ്സ് ഫ്രണ്ട് ആൻഡ് ക്ലയന്റ് ലെയർ. വി ക്യാൻ യൂസ് റിപ്പോർട്ടിംഗ് ടൂൾസ്, കൊറി, അനലൈസിസ് ആൻഡ് ഡാറ്റ മൈനിങ്. അത് യൂസർ കാണുന്ന ഭാഗമാണ് എന്ത് ടോപ്പ് ടയർ. അപ്പൊ നമ്മൾ വ്യൂ ചെയ്യുന്ന ടോപ്പ് ടയർ എന്നുണ്ടാണ് വ്യൂ ചെയ്യുന്നത്, യൂസർ കാണുന്ന ഭാഗമാണ്. അപ്പൊ അവിടെ എന്തൊക്കെ നടത്താം? അവിടെ കൊറിയും റിപ്പോർട്ടിങ്ങും ഒക്കെ നടത്താം. അതിനുള്ള ടൂൾസുകളുണ്ട് അല്ലെ? റിപ്പോർട്ടിങ്സ് കാണും, അനലൈസിസിനുള്ള ടൂൾസ് കാണും, മാനേജ്മെന്റ് കൊറി യൂസ് ടൂൾസ് കാണും. അതായത് കൊറി ആൻഡ് റിപ്പോർട്ടിംഗ് ടൂൾസ് ടോപ്പ് ടയറിലേ നിൽക്കത്തുള്ളൂ. പിന്നെ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ടൂൾസ് കാണും. കസ്റ്റമറിനെ സപ്പോർട്ട്, കസ്റ്റമർ റിപ്പോർട്ട് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യേണ്ട ടൂൾസുകൾ കാണും. പിന്നെ ഡാറ്റ മൈനിങ് ടൂൾസ് കാണും. അതായത് കോറിലേഷനോ പാറ്റേണോ ഒക്കെ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡാറ്റ മൈനിങ് ടൂൾസുകൾ കാണും. അതായത് കോറിലേഷൻ മീൻസ് എന്താണ്? രണ്ട് വേരിയബിൾസ് സ്റ്റാറ്റിക്കലി എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കും. ഇപ്പം ഒരു പേഴ്സന്റെ ഹൈറ്റും വെയിറ്റും കൂടെ നമ്മളൊന്ന് നോക്കുക. ഹൈറ്റും വെയിറ്റും വെച്ചൊരു പേഴ്സണെ എങ്ങനെ വരാം, അങ്ങനെയുള്ള കോറിലേഷൻ ഡാറ്റ മൈനിങ് ടൂൾസുകൾ വേണം. പിന്നെ OLAP ടൂൾസുകൾ കാണും. അതായത് മൾട്ടി ഡയമെൻഷണൽ ഡാറ്റാബേസ് ആണെങ്കിൽ അവിടെ OLAP ടൂൾസുകൾ കാണും. ഇതെല്ലാം ഏതാണ്? ടോപ്പ് ടയറിൽ വരും. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ ആയിരിക്കും നമുക്ക് പുതിയൊരു സംരംഭം തുടങ്ങുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഇത് 3 ടയർ ഡാറ്റ വെയർ ഹൗസ്. അതായത് ടോപ്പ്, ബോട്ടം ഉണ്ട്, മിഡിൽ ഉണ്ട്, ടോപ്പ് ഉണ്ട്. ഇനി നമുക്ക് ടോപ്പ് എന്ന് പറയാം. ടോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഭാഗം, യൂസർ കാണുന്നു. അതായത് അവിടെ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന കൊറിയും റിപ്പോർട്ടിങ്ങും ആപ്ലിക്കേഷൻസും ഡാറ്റ മൈനിങ്ങും OLAP ടൂളും എല്ലാം യൂസ് ചെയ്ത് ചെയ്യുന്നത്. അതായത് റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലെ മാനേജ് ചെയ്യുന്നു, കൊറിയ മാനേജ് ചെയ്യുന്നു, കസ്റ്റംസ് ഇപ്പം എത്ര വേണമെങ്കിലും ആപ്ലിക്കേഷൻ ഫോംസ് ഡെവലപ്പ് ചെയ്തുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, കോറിലേഷൻ ചെയ്യുന്നു. ഇതെല്ലാം ടോപ്പ് ടയർ ചെയ്യുന്നു, യൂസർ കാണുന്ന ഭാഗത്ത് ചെയ്യുന്നു. പക്ഷെ മിഡിൽ ടയർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. മിഡിൽ ടയറിൽ OLAP സെർവർ യൂസ് ചെയ്തുകൊണ്ട് പല ഓപ്പറേഷൻ നടത്തുക. നമ്മളെല്ലാം ഡെവലപ്പ് ചെയ്തെല്ലാം വെച്ചു, അതിനെ അവിടെ നിന്നുകൊണ്ട് പല ഓപ്പറേഷൻ നടത്തുക. ഇപ്പൊ പിവോട്ട് ടേബിൾ പോലുള്ള ഓപ്പറേഷൻസ്, റോളപ്പ്, ഡ്രിൽ ഡൗൺ, സ്ലൈസ്, അതൊക്കെ നമുക്ക് പിന്നെ ഉണ്ടെന്നൊന്നും ഈ OLAP സെർവറിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ഉണ്ടെന്നുള്ളത്. അതിനുശേഷമാണ് ബോട്ടം ടയറിൽ പോകുന്നത്. ബോട്ടം ടയർ എന്ന് നെറ്റ് ഇടയ്ക്ക് കട്ടായെന്ന് തോന്നുന്നു. അപ്പൊ ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പോർഷൻസ്. അതായത് ഡാറ്റ വെയർഹൗസിന്റെ ആർക്കിടെക്ചർ ഏതൊക്കെയാന്ന് വെച്ചാൽ സിംഗിള്, 2 ടയർ, 3 ടയർ. അപ്പൊ അതും എക്സാമിന് പഠിച്ചു വെച്ചോണം. പിന്നെ പറയുന്ന ഒരു ക്ലൗഡ് ബേസ്ഡ് ആർക്കിടെക്ചർ കൂടെ ഉണ്ട്. 10 മിനിറ്റ്സ് കൂടെ ഉണ്ടല്ലോ, നമുക്ക് അതുകൂടെ ഒന്ന് നോക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ക്ലൗഡ് ബേസ്ഡ് ഡാറ്റ വെയർഹൗസ് ആർക്കിടെക്ചർ. അതായത് ക്ലൗഡ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ക്ലൗഡ് കൺസെപ്റ്റ് അല്ലെ, എന്തായാലും ക്ലൗഡിലാണ് ഇപ്പൊ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്യുന്നതെന്ന് അറിയാം. അതായത് ക്ലൗഡ്
അതായത് ക്ലൗഡ് ബേസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും. ദാറ്റ് ഈസ് എന്താ പറയാ എന്താണ് cloud based data warehouse architecture is very new when compared to legacy options. This means that actual data warehouse has access to the cloud. ക്ലൗഡ് വഴി നമ്മൾ ആക്ച്വൽ ഡാറ്റാബേസ് ആക്സസ് ചെയ്യുക. അതായത് ഇപ്പം ആമസോൺ വെബ് സർവീസോ മൈക്രോസോഫ്റ്റ് അഷറോ ഗൂഗിളിന്റെ ക്ലൗഡ് പ്ലാറ്റ്ഫോം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനൊക്കെ ഡാറ്റാബേസുകളുണ്ട്, പക്ഷെ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ക്ലൗഡ് പ്ലാറ്റ്ഫോമിലായിരിക്കും ആക്സസ് ചെയ്യുന്നത്. അതാണ് ക്ലൗഡ് ബേസ്ഡ് ഡാറ്റാ വെയർഹൗസ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. There are several cloud-based data warehouse options, each of which has different architecture for the same benefits of integrating, analyzing, and acting on data from different sources. Difference between cloud-based data warehouse approaches compared to a traditional approaches. എന്തൊക്കെയാണ് ട്രഡീഷണലും ക്ലൗഡും എന്ന് പറയുന്നത്? ഇന്നത്തെ കാലഘട്ടത്തിൽ മൊത്തം ക്ലൗഡ് ആണ്. എന്നാൽ ഈ ക്ലൗഡ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഡേറ്റാബേസുകൾ നമ്മൾ ക്ലൗഡിൽ നിന്നും ആക്സസ് ചെയ്യുക. അത്ര ഓർത്താൽ മതി. നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ട് അല്ലെ, എനിക്കൊരു മെയിൽ ഐ ഡി ഉണ്ട്, ഞാനൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ട്, ഞാനവിടെ മെയിൽ ചെയ്യുന്നുണ്ട്. ആ മെയിൽ എനിക്ക് ഏത് ഡിവൈസിൽ വേണമെങ്കിലും ആക്സസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ക്ലൗഡ് കൺസെപ്റ്റ്. പക്ഷെ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എവിടെയായിരിക്കും? ആ സെർവർ എന്നുള്ളത് പോയിട്ട് അത് ഡേറ്റാ വെയർഹൗസിന്റെ സെർവർ ആണ്, എന്നാലും അത് നമ്മൾ എടുക്കുന്നത് ക്ലൗഡ് വഴിയായിരിക്കും. അപ്പൊ ക്ലൗഡ് നിങ്ങൾക്ക് അത് അടുത്ത സെമസ്റ്ററിൽ പഠിക്കാനുണ്ട്. ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഡേറ്റാബേസുകൾക്ക് ഇവിടെ പറയുന്ന എന്തൊക്കെ അപ്രോച്ചസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. കമ്പാരിസൺ പറയാം. അപ്രണ്ട് കോസ്റ്റ്, ഓൺഗോയിങ് കോസ്റ്റ്, സ്പീഡ്, ഫ്ലെക്സിബിലിറ്റി, സ്കെയില്. അപ്രണ്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാല് the components of cloud architecture are access to the cloud. These expenses don't apply. നമുക്ക് അധികം ചെലവ് കുറവായിട്ട് അല്ല, ഇപ്പൊ ക്ലൗഡിലാണ് നമുക്ക് അധികം ചെലവ് വെച്ചാൽ കോസ്റ്റ്ലി ആകുന്നില്ലെന്ന് പറയുന്നത്. അതായത് ക്ലൗഡ് ബേസ്ഡ് ഡാറ്റാ വെയർഹൗസ് ആർക്കിടെക്ചറുകൾക്ക് ടെക്നോളജിയും റിക്വയർമെന്റും കുറവാണ്. അപ്പം ട്രഡീഷണൽ ഡാറ്റാബേസുകളെക്കാളും അതെല്ലാം കുറവാണ്. അതായത് ഹാർഡ്വെയർ ഡിവൈസ് ഒന്നും അധികം വേണ്ട നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാൻ. വേണ്ടല്ലോ, നമ്മുടെ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോ എല്ലാം യൂസ് ചെയ്യാം അല്ലേ. അപ്പൊ ഹാർഡ്വെയർ ഡിവൈസസ് കുറവ് മതി ക്ലൗഡിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യാൻ. പക്ഷെ ട്രഡീഷണൽ അപ്രോച്ച് ആണെങ്കിൽ നമുക്ക് ഹാർഡ്വെയർ ഒക്കെ ആവശ്യം വരും. പിന്നെ ഓൺഗോയിങ് കോസ്റ്റ്, അതായത് ഈ ക്ലൗഡിലാണെങ്കിൽ കോസ്റ്റ് കുറവാന്ന് പിന്നെയും പറയുന്നുണ്ട്. ദി ക്ലൗഡ് ഓഫേഴ്സ് ലോ പേ ആസ് യു ഗോ മോഡൽ. അതായത് ട്രഡീഷണൽ ഡാറ്റാബേസുകൾക്കാണെങ്കിൽ എന്തായിരിക്കും? മെയിൻ്റെനൻസിനും അപ്ഗ്രഡേഷനും കോസ്റ്റ്ലി ആണ്. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ളതാണെങ്കിൽ എപ്പോഴും മെയിൻ്റെനൻസ് അപ്ഡേഷനും ഒക്കെ എപ്പോഴും നടത്തണം. അപ്പൊ അത് കോസ്റ്റ് കൂടുതലായിരിക്കും. സ്പീഡ്, ക്ലൗഡ്-ബേസ്ഡ് ഡാറ്റാബേസ് ആർക്കിടെക്ചർ സബ്സിക്വന്റ്ലി സ്പീഡിയർ ദാൻ ഓൺ പ്രിമിസസ്. ക്ലൗഡിലായിരിക്കും സ്പീഡ് കൂടുതൽ ആണല്ലോ, അതിനായിരിക്കും സ്പീഡ് കൂടുതൽ, അതായത് ട്രഡീഷണലിനെ ബേസ് ചെയ്ത്. പിന്നെ ഫ്ലെക്സിബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? ക്ലൗഡ് ഡാറ്റാ വെയർഹൗസ് ഡിസൈൻ ടു അക്കൗണ്ട് ഫോർ ദി വെറൈറ്റി ഓഫ് ഫോർമാറ്റ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി ട്രഡീഷണലിനെക്കാളും ഫ്ലെക്സിബിലിറ്റി കൂടുതലായിരിക്കും. അതായത് ക്ലൗഡ് ഡാറ്റ വെയർഹൗസുകൾക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന ബിഗ് ഡാറ്റയിൽ കാണപ്പെടുന്ന ഫോർമാറ്റിലും സ്ട്രക്ചറിലും ഒക്കെ ആയിരിക്കും. അപ്പൊ ട്രഡീഷണൽ ആയിട്ട് നോക്കുന്നതിനേക്കാളും നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ ആർക്കാണെങ്കിലും നമ്മൾ ഏതൊരു സൈറ്റിൽ കയറിയാലും ഒട്ടും നോളജ് ഇല്ലാത്തവർക്കാണെങ്കിലും പെട്ടെന്ന് കാണുമ്പോൾ ആ യൂസർ ഇന്റർഫേസ് കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ പണ്ടുള്ളതിനേക്കാളും? അതാണ് പറയുന്നത്. അതായത് ഫ്ലെക്സിബിലിറ്റി ഏതാണ്? ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ കൂടുതലായിരിക്കും. പിന്നെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് റിസോഴ്സ് ഓഫ് ക്ലൗഡ് മേക്ക് ഇറ്റ് ഡീൽ ഫോർ ദി സ്കെയിൽ റിക്വയർഡ് ഫോർ ബിഗ് ഡാറ്റാ സെറ്റ്. അതായത് ക്ലൗഡിന്റെ റിസോഴ്സിനെ സ്കെയിലിറ്റി അനുയോജ്യമാകുന്നത്, അതായത് അതിന്റെ സ്കെയിലബിലിറ്റി വ്യാപ്തി കൂടുതലാണ്. ഡാറ്റാ സെറ്റുകൾ ബിഗ് ഡാറ്റ യൂസ് ചെയ്താണ് ചെയ്യുന്നതുകൊണ്ട് അതിന് സ്കെയിലബിലിറ്റി കൂടുതലാണെന്നാണ് പറയുന്നത്. Some important Amazon Redshift, Google BigQuery, Snowflake, Microsoft Azure SQL ഡാറ്റാ വെയർഹൗസുകളുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ 2.3 കമ്പോണൻസ് പഠിക്കാം. അതിന്റെ കമ്പോണൻസ് ഓഫ് ഡാറ്റാബേസ് ആർക്കിടെക്ചർ അതിന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.